യിരെമ്യാ 18, Jeremiah chapter 18 verses 1 to 6. യിരെമ്യാ പ്രവചനം 18 അധ്യായം 1 മുതൽ 6 വരെ. എല്ലാവരും ശബ്ദമുയർത്തി നമുക്ക് ഒരുമിച്ച് വായിക്കാം. എല്ലാവരും വായിച്ചാട്ടെ. യഹോവെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രം ആക്കി തീർത്തു. 5-6 വാക്യങ്ങൾ ശക്തിയോടെ വായിച്ചേ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്കും നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഇസ്രായേൽ ഗൃഹമേ എന്ന് പറയുന്നത് മാറ്റി നിങ്ങൾ ഓരോരുത്തരും നോക്കി ഞാൻ പറയട്ടെ. സഹോദരനെ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ ഇന്ന് പകൽ നീ കർത്താവിന്റെ കയ്യിലിരിക്കുന്നു. സഹോദരിയെ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നീ കർത്താവിന്റെ കയ്യിൽ ഇരിക്കുന്നു. ഇന്ന് പകൽ നാം കേൾക്കുന്ന ദൂതിന്റെ തലക്കെട്ട് പറയുന്നതിന് മുൻപ്, വർഷങ്ങൾക്ക് മുമ്പ്, പ്രോബബ്ലി 4 വർഷങ്ങൾക്ക് മുമ്പ്, ഞാനും ബാബു തോമസും എലിസബത്ത് ആന്റിയും ഡാലസിലായിരിക്കുമ്പോൾ ഒരു ചർച്ച് ഞങ്ങൾ വിസിറ്റ് ചെയ്തു. അവരുടെ ബൈബിൾ സ്റ്റഡിക്ക്. ആ ചർച്ചിൻ്റെ പേര് പോട്ടേഴ്സ് ഹൗസ്, ബിഷപ്പ് TD ജെയ്ക്സിൻ്റെ പോട്ടേഴ്സ് ഹൗസ്. അങ്കിൾ എന്നെ കൊണ്ടുപോയി. താങ്ക് യു സോ മച്ച്. അന്ന് സാറ ഡാലസിലായിരുന്നു. ഇപ്പോൾ അവൾ മെറിലാൻഡിലേക്ക് ട്രാൻസ്ഫറായി. ആ ചർച്ചിൻ്റെ പേര് പോട്ടേഴ്സ് ഹൗസ്. ഇന്ന് പകൽ നാം കേൾക്കുന്നതായ ദൂതിൻ്റെ തലക്കെട്ട്, കുശവന്റെ വീട്ടിൽ. ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നത് ഈ നാളുകളിൽ കുശവന്റെ വീട്ടിൽ. അടുത്തിരിക്കുന്നതിന് നോക്കി പറഞ്ഞാട്ടെ, ഞാൻ കുശവന്റെ വീട്ടിലാണ്. പറഞ്ഞേ. ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നത് കുശവന്റെ വീട്ടിലാണ്. മേജറായിട്ടുള്ള, പ്രധാനമായിട്ടുള്ള 3 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള 3 പ്രവാചകന്മാരെ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. ട്രിനിറ്റി എന്ന് പറയുന്ന പോലെ, തൃത്വം എന്ന് പറയുന്നത് പോലെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന രീതിയിൽ ഒരുപക്ഷെ പറയത്തക്ക വിധത്തിൽ യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേൽ. എന്നാൽ സ്തോത്രമാ 2 പ്രവാചകന്മാരുടെ മധ്യത്തിൽ ഒരു സഫറിംഗ് സേവിയറിനെ റെപ്രസെന്റ് ചെയ്ത് സ്തോത്രം വിലാപങ്ങളുടെ പുസ്തകം എഴുതിയതായ വിലപിക്കുന്ന ഒരു പ്രവാചകനാകുന്ന യിരെമ്യാവിനെ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയുന്നു. സഹോദരങ്ങളെ, ഇന്നും ദൈവത്തിന്റെ സഭയിൽ പ്രവാചകന്മാർ ഉണ്ട്. എത്ര പേർ ആമേൻ പറയും? ഇന്നും സ്തോത്രം പ്രവചിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് മറ്റു ജില്ലകളിലോ പട്ടണങ്ങളിലോ പോകേണ്ട കാര്യമില്ല. ഇന്നും കർത്താവിൻ്റെ സാക്ഷികളായി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, യേശു കർത്താവിൻ്റെ അതേ സാക്ഷികളായി നിൽക്കുന്ന ഓരോ വ്യക്തികളും പ്രവചനത്തിൻ്റെ ആത്മാവിൽ ഭരിക്കപ്പെടുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങൾ വായി തുറന്ന് വല്ലതുമല്ല പറയേണ്ടത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം എന്ന് അപ്പോസ്തലൻ പറയുന്നു. എങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഈ അന്തരീക്ഷ നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവചന ദൂതുകൾ നിറയുമാറാകട്ടെ. വേദപുസ്തകം പറയുന്നു, എഫേസ്യ ലേഖനം 4 അധ്യായം അതിന്റെ 11 വാക്യം വായിക്കുമ്പോൾ, പഞ്ചശുശ്രൂഷകൾ രണ്ടാമത്തേത് അതേ പ്രവാചകന്മാരാണ്. 1 അപ്പോസ്തലന്മാർ, 3 സുവിശേഷകൻ, 4 ഇടയൻ, 5 ഉപദേഷ്ടാവ് അഥവാ അധ്യാപകൻ. അതിൽ 2ാമത്തേതാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. ഇന്നും പ്രവാചകന്മാരിലൂടെ ദൈവമായ കർത്താവ് സംസാരിക്കുന്നു. സ്തോത്രം. സംഖ്യാപുസ്തകം 12 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഇടയിൽ
ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ, ഒരു പ്രവാചകൻ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ സഭയിലുണ്ടെങ്കിൽ, ദൈവം സ്വപ്നത്തിലൂടെ അവനോട് സംസാരിക്കുന്നു. ദർശനത്തിൽ ദൈവത്തിന്റെ ഹിതത്തെ വെളിപ്പെടുത്തുന്നു. നേരിട്ട് അഭിമുഖമായി സ്പഷ്ടമായി ഒക്കെ ദൈവം സംസാരിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ദൈവിക വർത്തമാനത്തിന്റെ, ആ ദൈവിക സംസാരത്തിന്റെ, ആ ഡിവൈൻ കമ്മ്യൂണിക്കേഷന്റെ അതിന്റെ ഡയമെൻഷൻ, അതിന്റെ അളവ് കുറയുകയല്ല ചെയ്തത്, അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. അല്പം പോലും മടികൂടാതെ ഞാൻ പറയട്ടെ, ഇരമ്യാവ് കേട്ടതിനേക്കാൾ, യെശയ്യാവ് പ്രാപിച്ചതിനേക്കാൾ, എസെക്കിയേൽ കണ്ടതിനേക്കാൾ, ആമോസ് അനുഭവിച്ചതിനേക്കാൾ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ പുറത്തല്ല, ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ അകത്തായതുകൊണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ അതിനേക്കാൾ കൃത്യമായി, ശക്തമായി, വ്യക്തമായി നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കാരണം ഒരു സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറഞ്ഞത് സംസാരിക്കുന്ന ഒരു TV റിപ്പോർട്ടർ ഉണ്ട് എന്നല്ല, സംസാരിക്കുന്ന വർത്തമാന പത്രമോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഉണ്ട് എന്നല്ല, പകരം ആലോചനയിൽ വലിയവനായ ഒരു ദൈവമുണ്ട്. എന്നാൽ ആ ദൈവം വാചകമടിച്ച് കാര്യങ്ങൾ നിർത്തുന്നവനല്ല. പലരുടെ ശുശ്രൂഷകൾ വാചകമടികൾ മാത്രം നിൽക്കുമ്പോൾ കേൾക്കണമേ, അവൻ ആലോചനയിൽ വലിയവനാണ്, മറുവശത്തവൻ പ്രവൃത്തിയിൽ ശക്തിമാനാണ്. ദൈവം പ്രവർത്തിക്കുന്നതേ പറയത്തുള്ളൂ, ദൈവം പറയുന്നതേ പ്രവർത്തിക്കത്തുള്ളൂ. Come on, hallelujah. ദൈവം പ്രവർത്തിക്കുന്നതേ പറയത്തുള്ളൂ, ദൈവം പറയുന്നതേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവം പ്രവർത്തിക്കുന്നതേ പറയത്തുള്ളൂ, ദൈവം പറയുന്നതേ പ്രവർത്തിക്കത്തുള്ളൂ. ഏത് പുസ്തകം പറയുന്നു? തിരുവായി കൊണ്ട് അരുളി ചെയ്ത് തിരുക്കൈ കൊണ്ട് പ്രവർത്തിക്കുന്നവനായ ദൈവം. തിരുക്കൈ കൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് മിക്കവാറും തന്റെ പ്രവാചകന്മാരായ ദാസന്മാരോട് മറച്ചു വയ്ക്കത്തില്ലല്ലോ എന്നരുളി ചെയ്തിരിക്കുന്ന ക്രമത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന, ദാഹിക്കുന്ന, ചോദിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഇന്നും എന്റെ ദൈവം സംസാരിക്കുന്നവനാണ്. എന്നും ദൈവം സംസാരിക്കുന്നവനാണ്. എന്റെ പ്രാർത്ഥന ഇതാണ്. ഗവൺമെന്റ് കൺഫ്യൂഷനിലാണ്, മന്ത്രിമാർ യാത്രയിലാണ്. ആ ഡാം പൊട്ടുമോ, ഇനി പ്രളയമുണ്ടാകുമോ, കോവിഡ് ഏത് രീതിയിലാണ്, സാമ്പത്തിക നിലവാരം എങ്ങനെയാണ്, തീവ്രവാദികൾ എങ്ങനെയാണ് ആക്രമിപ്പാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞ് മറ്റ് ഏതൊരു കാലത്തെക്കാളും ഗവൺമെന്റും ഭരണചക്രത്തിൽ ഇരിക്കുന്നവർ, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആകട്ടെ, അത് സെൻട്രൽ ഗവൺമെന്റ് ആകട്ടെ, ഈ ദിവസങ്ങൾ കൺഫ്യൂഷൻ ആയിരിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന ഇതാണ്. കീശ നിറയ്ക്കുന്നവരല്ല, പേര് വർദ്ധിക്കുന്ന, പ്രസിദ്ധിക്ക് വേണ്ടി എന്ത് കോപ്രായം ചെയ്യുന്നവരല്ല. എവിടെ ദൈവത്തിന്റെ പ്രവാചകന്മാർ? ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ യോസേഫുമാർ എഴുന്നേറ്റ ഫറവോന്റെ മുൻപിൽ നിന്നതുപോലെ അധികാരികൾ മുൻപിൽ അത് എഴുന്നേറ്റ് നിന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഈ കാലഘട്ടത്തിൽ നെബൂഖദ്നേസർ രാജാവിനോട് വിരൽ ചൂണ്ടിയ ദാനിയേലിനെ പോലെ ദൈവത്തിന്റെ സ്പെഷ്യൽ വോയിസായി ചില ദൈവദാസന്മാർ എഴുന്നേറ്റെങ്കിൽ കൊള്ളാമായിരുന്നു. കാരണം സ്തോത്രം, ഇന്നും പ്രവാചകന്മാരെ ഉടമസ്ഥനായ ദൈവം, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുന്ന ദൈവം, ഉപയോഗിക്കുന്ന ദൈവം സ്തോത്രം നിനക്കായി ജീവിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്പം ശബ്ദമിട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതാ ഇരമ്യാവിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇരമ്യാവ് എന്ന പദം സ്തോത്രം എബ്രായ ഭാഷയിൽ നോക്കുമ്പോൾ ഇർമിയാഹു എന്നാണ് പറയുന്നത്. ഇർമിയാഹു എന്ന് പറഞ്ഞാൽ യാവേ വിൽ എക്സാൾട്ട്. ഇരമ്യാവ് എന്ന പദത്തിനർത്ഥം യഹോവയാം ദൈവം നിന്നെ ഉയർത്തും. അതാണ് ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആയിരക്കണക്കിന് വെല്ലുവിളി ഉണ്ടെങ്കിലും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, പണിത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അങ്ങേയറ്റം പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ നീ തകർന്നു കിടക്കുന്നെങ്കിലും ഒരു കരം ഇന്ന് പകൽക്കാലം ചലിക്കുന്നു. ദൈവം ദൈവം തന്നെ നിന്നെ പണിത് ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നു. നിന്നെ തുടർന്നുള്ള ദിവസങ്ങൾ കാണണമെങ്കിൽ ബന്ധുക്കളും നാട്ടുകാരും കുനിഞ്ഞല്ല നോക്കേണ്ടത്, നിന്റെ തല ഉയർത്തി നോക്കണം. കാരണം ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു നിന്നെ ഉയർത്തുവാൻ. നിന്നെ ഉയർത്തുവാൻ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞ വിശ്വസിക്കുന്നവർക്ക് ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എന്തായാലും കിട്ടിയിട്ട് ദൈവത്തെ സ്തുതിക്കാമെന്നല്ല, അഡ്വാൻസായി ഈ വെല്ലുവിളികളുടെ നടുവിൽ, ഈ താഴ്വരയുടെ നടുവിൽ, ഈ കണ്ണുനീരിന്റെയും വ്യഥയുടെയും വേദനകളുടെ നടുവിൽ ഇരമ്യാവിന്റെ ദൈവം പറയുന്നു 2021 ഇർമിയാഹു ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുന്നു.
അടുത്തിരിക്കുന്ന രണ്ടുപേര് തൊട്ട് പറഞ്ഞാട്ടെ, എന്റെ കാര്യമാണ് പറഞ്ഞത്. പറഞ്ഞേ, ദൈവം നിങ്ങളെ ഉയർത്തുവാൻ പോകുന്നു. ചുമ്മാ വാചകമടിക്കുന്നവനല്ല ദൈവം. ഞാൻ ആവർത്തിക്കുന്നു, ദൈവം പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുന്നവനാണ്. ദൈവം ചെയ്യുവാൻ പോകുന്നത് മാത്രമേ ദൈവം പറയത്തുള്ളൂ. ആശിപ്പിക്കുന്ന പ്രലോഭനങ്ങൾ നൽകി നിരാശയിലേക്ക് തള്ളിയിടുന്നവനല്ല ദൈവം. ദൈവം ചെയ്യുന്നത് മാത്രമേ നിന്നെ നോക്കി പറയത്തുള്ളൂ. ദൈവം പറയുന്നത് മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. അതേ, ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുകയാണ്. 17-ാം അധ്യായത്തിൽ കാണാത്തതായ പുതിയൊരു ടെമ്പോയും പുതിയൊരു ദൂതം, പുതിയൊരു ആഴവും പുതിയൊരു പ്രൊഫറ്റിക് ചലനവും യിരെമ്യാവിന്റെ പുസ്തകത്തിൽ 18-ാം സ്തോത്രം അധ്യായം മുതൽ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾക്ക് വായിപ്പാൻ തക്കോണം കഴിയും. അവന്റെ താളം മുറുകുകയാണ്, അവന്റെ ട്യൂൺ ബെറ്റർ ആകുകയാണ്, അവന്റെ ദൂത് പുതിയൊരു ഡയമെൻഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ അന്തരീക്ഷത്തിലുള്ള ഒരു ശബ്ദം ഞാൻ വിളിച്ചു പറയട്ടെ, അപ്ഗ്രഡേഷൻ. അപ്ഗ്രഡേഷൻ, അപ്ഗ്രഡേഷൻ. ഇന്ന് പകൽ സ്തോത്രം, അതെ, അപ്ഗ്രഡേഷൻ. ഒരു അപ്ഗ്രേഡിന് വേണ്ടി, ഒരു സ്പിരിച്വൽ അപ്ഗ്രേഡിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇതാ ലോഗിൻ ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ ഒരു അപ്ഗ്രഡേഷന് വേണ്ടി ദൈവം കണ്ടിട്ടുള്ളവർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. സ്തോത്രം. അതെ, പലരും വരാൻ ആഗ്രഹിച്ചു, അവസാന സെക്കൻഡ് വരെ അവർ നോക്കി, പക്ഷേ സ്തോത്രം ദൈവം അവരെ കൊണ്ടുവന്നില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ചിലർ ഞാൻ വരത്തില്ല എന്ന് തീരുമാനിച്ചു. നീ വന്നതല്ല, ദൈവം തന്റെ ദൂതനെ അയച്ച്. ആരോടാ ഞാൻ പ്രവചിച്ചത്? നീ വരണമെന്ന് വിചാരിച്ചതല്ല. തടസ്സങ്ങളും വെല്ലുവിളികളും ഉണ്ടായിരുന്നു. എന്നാൽ അവസാന സെക്കൻഡിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് ദൈവം നിന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നെങ്കിൽ ഗെറ്റ് റെഡി ഇൻ ജീസസ് നെയിം. ഒരു ഹെവൻലി അപ്ഗ്രേഡേഷന് വേണ്ടി, ഒരു സ്വർഗീയ ഉയർച്ചയ്ക്ക് വേണ്ടി, ഒരു അപ്ഗ്രേഡിന് വേണ്ടി ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ ലെവൽ മാറുവാൻ പോകുന്നു. നിന്റെ ദൂതിന്റെ ആഴം വർദ്ധിപ്പാൻ പോകുന്നു. നീ കാണുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾക്ക് ക്വാളിറ്റി, ക്ലാരിറ്റി വർദ്ധിപ്പാൻ വേണ്ടി പോകുന്നു. ഇതൊരു അപ്ഗ്രഡേഷന്റെ ദിവസങ്ങളാണ്. 10 മാസം പോലെയല്ല സ്തോത്രം തുടർന്നുള്ള ദിവസങ്ങൾ സംഭവിപ്പാൻ വേണ്ടി പോകുന്നത്. കർത്താവ് പല നിലവാരങ്ങളിൽ, പല മെറ്റഫോറിൽ, പല പാരബിളിൽ, പല ഉപമകളിലൂടെ ദൈവത്തിന്റെ ജനത്തോട് സംസാരിക്കാറുണ്ട്. നമുക്കറിയാം സ്തോത്രം വിതയ്ക്കുന്നവനും വിത്തും, വിതയ്ക്കുന്നവനും വിത്തും. നമുക്കറിയാം ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്, ഇടയനും ആടും, ഇടയനും ആടും. നമുക്കറിയാം ഗുരുവും ശിഷ്യനും, ഗുരുവും ശിഷ്യനും. നമുക്കറിയാം കർത്താവ് മറ്റൊരു ആംഗിളിൽ വീണ്ടും പറയുകയാണ്, മണവാളനും മണവാട്ടിയും, മണവാളനും മണവാട്ടിയും. നമുക്കറിയാം തോട്ടവും തോട്ടക്കാരനും, തോട്ടവും തോട്ടക്കാരനും. മറ്റൊരു ഉപമയാണ് അത് യജമാനനും ദാസനും, യജമാനനും ദാസനും. എന്നാൽ ഇന്ന് പകൽക്കാലം അതേ ദൈവം ഇടയനും ആടും എന്ന പോലെ, അത് വിതയ്ക്കുന്നവനും വിത്തും എന്നതുപോലെ, ഗുരുവും ശിഷ്യനും എന്നതുപോലെ, മണവാളനും മണവാട്ടിയും എന്നതുപോലെ, തോട്ടവും തോട്ടക്കാരനും എന്നതുപോലെ, ശിഷ്യനും ഗുരുവും എന്നതുപോലെ ഉപമകളിലൂടെ സംസാരിക്കുന്ന ദൈവം പറയുന്നു, അതേ പോട്ടറും ക്ലേയും, സ്തോത്രം കുശവനും കളിമണ്ണും, കുശവനും കളിമണ്ണ്. ഹല്ലേലൂയ. അതേ, ദൈവം സംസാരിക്കും. സാഹചര്യങ്ങളിലൂടെ ദൈവം സംസാരിക്കും. പാട്ടിലൂടെ ദൈവം സംസാരിക്കും. എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട്? പാട്ടിലൂടെ ദൈവം സംസാരിക്കും. നല്ല ഗായർക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. കമാൺ, ശക്തിയോടെ, ശക്തിയോടെ. നന്നായി, നന്നായി. കൈയടിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അസൂയക്കാരാണ്. ചുറ്റും നോക്കിയാട്ടെ, അസൂയക്കാരങ്ങ് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാട്ടെ. കമാൺ, കരങ്ങളെ അടിച്ച നല്ല കൊയറിനായി ദൈവത്തെ സ്തുതിച്ചേ. ദൈവം പാട്ടിലൂടെ സംസാരിക്കുന്നു. ദൈവം പ്രവചനത്തിലൂടെ സംസാരിക്കുന്നു. പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നു. ദൈവം മക്കളിലൂടെ സംസാരിക്കുന്നു. അതേപോലെ God is a God one who is always talking through the circumstances and scenarios and circumstances. ദൈവം സിറ്റുവേഷനിലൂടെ, ചുറ്റുപാടുകളിലൂടെ ദൈവം സംസാരിക്കുന്നവനാണ്. അതിന് പറ്റിയ ഒരു ഉദാഹരണമാണ് ഒരു സാഹചര്യത്തിലൂടെ, ഒരു സംഭവത്തിലൂടെ യിരെമ്യാവിനോട് സംസാരിപ്പാൻ തക്കോണം കർത്താവ് ഇതാ യിരെമ്യാവിനോട് പറയുന്നു, പോകാ, നീ കുശവന്റെ വീട്ടിലേക്ക് പോക. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കുശവന്റെ വീട്, പോട്ടേഴ്സ് ഹൗസ്. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി പറഞ്ഞേ, കുശവന്റെ വീട്. ടി.ഡി. ജെയ്ക്സിന്റെ സ്തോത്രമല്ല, കുശവന്റെ വീട്ടിലേക്ക് യിരെമ്യാവിനോട് പറയുന്നു, സ്തോത്രം, അതെ, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. വളരെ ശ്രദ്ധിക്ക്, കുശവന്റെ വീട്ടിലേക്ക് ഈ ഇന്റർനാഷണൽ പ്രവാചകൻ പോകുകയാണ്. അവന് സംസാരിപ്പാൻ ഏറ്റവും കുറഞ്ഞ 3 ഓഡിയൻസ് ആണ് ഉള്ളത്. 1 യഹൂദ ജനം, 2 ഇസ്രായേൽ ജനം, നോർത്തേൺ കിങ്ഡം ആൻഡ് സദേൺ കിങ്ഡം, 3 സ്തോത്രം ബാബിലോണിയർ ഉൾപ്പെടെ ഉള്ളതായ ജാതികൾ. 3 തരത്തിലുള്ളതായ ഓഡിയൻസ് തനിക്കുണ്ട്. തനിക്കൊത്തിരി
ഒത്തിരി പ്രോഗ്രാം ഉണ്ട്, തനിക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്, താൻ അക്സെപ്റ്റഡ് ആണ്, താൻ പ്രസിദ്ധനാണ്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പല സന്ദർഭങ്ങളിൽ നിനക്ക് ഇന്നത്തെ പ്രോഗ്രാമാണ് നാളത്തെ പ്രമോഷന് തടസ്സമാകുന്നത്. ആരും കേട്ടില്ല. നമ്മൾ പ്രോഗ്രാം ഓറിയന്റഡ് ആക്കുമ്പോൾ നാളത്തെ ചലനം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീയും ഞാൻ പ്രോഗ്രാമിൽ അല്ല നിൽക്കേണ്ടത്. ഞാൻ ധൃതിയോടെ കൂടെ ശുശ്രൂഷിക്കുമ്പോൾ എന്റെ പ്രോഗ്രാം ഡയറി കളഞ്ഞു പോയിട്ടുണ്ടെന്ന് മടി കൂടാതെ ഞാൻ പറയട്ടെ, നമ്മൾ വിചാരിച്ച അതേ പ്രോഗ്രാം ഡയറി 2002 എനിക്ക് കളഞ്ഞു പോയി. റിയലി 2002 കളഞ്ഞു പോയി. നിങ്ങൾ ചോദിക്കും, അങ്കിൾ നിങ്ങൾ പട്ടിണി കിടന്നു? നിങ്ങൾ ചോദിക്കും, അങ്കിൾ സമയം നഷ്ടമായോ? നിങ്ങൾ ചോദിക്കും, ഉറങ്ങി സമയം കഴിഞ്ഞു? ഞാൻ പറയട്ടെ, നിന്റെ പ്രോഗ്രാം പോകുമ്പോൾ അവന്റെ പ്രോഗ്രാം നിന്നിൽ നിന്ന് ആരംഭിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആരോടോ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, നീ പ്രതീക്ഷിക്കാത്ത വഴികൾ നിനക്കായി തുറക്കുവാൻ വേണ്ടി പോകുന്നു. നീ ചോദിക്കാത്ത വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നു. നീ കയറിയിട്ടില്ലാത്ത വാഹനങ്ങളും കണ്ടിട്ടില്ലാത്ത വ്യക്തിത്വങ്ങളും നിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം ദൈവം ഫലത് നിനക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. സ്തോത്രം. അതേ പ്രോഗ്രാം ഓറിയന്റഡ് ആയിരുന്ന യിരെമ്യാവിനെ ദൈവം പറഞ്ഞു, സ്തോത്രം, നീ കുശവന്റെ വീട്ടിലേക്ക് പോ. ഇത് നിന്റെ പ്രോഗ്രാമിന്റെ ദിവസങ്ങൾ അല്ല, പകരം എന്റെ പ്രൊമോഷന്റെ ദിവസങ്ങളാണ്. ഞാൻ വീണ്ടും പറയാ, ഇത് നിന്റെ പ്രോഗ്രാമിന്റെ ദിവസങ്ങളല്ല, എന്റെ സ്പിരിച്വൽ പ്രൊമോഷന്റെ ദിവസങ്ങളാണ്. ചർച്ച് പ്രോഗ്രാമിലല്ല നിൽക്കേണ്ടത്, ചർച്ച് പ്രസൻസിലാണ് ജീവിക്കേണ്ടത്. ഓ കം ഓൺ. ചർച്ച് പ്രോഗ്രാമിലല്ല നിൽക്കേണ്ടത്. ചർച്ചിന് വേണ്ടിയത് പ്രോഗ്രാം അല്ല. ഇന്ന് പകൽക്കാലം എഴുതി വച്ചിരിക്കുന്ന സകല പ്രോഗ്രാമിനെ അടിച്ചു മാറ്റുവാൻ ആത്മാവിന്റെ കാറ്റൊന്ന് ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആത്മാവിന്റെ കാറ്റ് ഇറങ്ങി വന്ന്, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഇറങ്ങി വന്ന് സകല പരിപാടികളെ, മനുഷ്യന്റെ പ്രോഗ്രാമുകളെ, അതേ സ്തോത്രം, ഈ ദിവസങ്ങളിൽ മാറ്റിയിട്ട് ആത്മാവിന്റെ പ്രമോഷൻ വെളിപ്പെടട്ടെ. കത്തോലിക്കൻ തുടങ്ങി പെന്തിക്കോസ് വരെയുള്ളതായ സകല സഭകളുള്ള മനുഷ്യന്റെ അജണ്ടകൾ, മനുഷ്യന്റെ പ്രോഗ്രാം മാറ്റപ്പെട്ടിട്ട് പകരം ഇൻ ജീസസ് നെയിം ദൈവത്തിന്റെ പ്രൊമോഷൻ വെളിപ്പെടട്ടെ. അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നവർ, മനസ്സിലായവർ മാത്രം ഇന്ന് പകൽക്കാലം കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സോ യിരെമ്യാവിനോട് ദൈവം പറയുന്നു, നീ കുശവന്റെ അടുക്കലേക്ക് പോ. നിന്റെ പ്രോഗ്രാം വേണ്ടിയല്ല ഞാൻ വിട്ടത്. അർത്ഥം, സ്തോത്രം, നീ കുശവനോട് പ്രവചിക്കണ്ട, കുശവൻ നിന്നോടും പറയണ്ട. നീ ഇന്റർനാഷണൽ പ്രവാചകനായിരിക്കാം, നിനക്ക് നന്നായി പ്രവചിപ്പാൻ അറിയാം, പ്രവചന ദൂത് നിനക്കുണ്ട്. നിനക്ക് ഏത് പോയിന്റ്, ഏത് വാക്യം എങ്ങനെയാണോ സ്തോത്രം അതേ കൈകാര്യം ചെയ്യുവാൻ, യു ആർ വൺ അമംഗ് ദ ഫേമസ് പ്രോഫറ്റ്. നീ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പ്രവാചകനാണ്. പക്ഷേ നിന്റെ വാചകമടി എനിക്ക് ഈ ദിവസങ്ങളിൽ വേണ്ട. നിന്റെ വാചകം എനിക്ക് കേൾക്കണ്ട. നിന്റെ വാചകമടിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. നിന്റെ വാചക കസർത് വേണ്ട. മിണ്ടിപ്പോല. കുശവന്റെ വീട്ടിൽ പോ, വാടച്ച് മിണ്ടാതിരിക്കുക. സ്തോത്രം. കണ്ടോ, എല്ലാവരും മിണ്ടാതായത് കണ്ടോ? പലരും വിചാരിക്കുന്ന സുവിശേഷ വേല എന്ന് പറയുന്നത് വാചകമടിയാണ്. പലരും വിചാരിക്കുന്നത് കുറച്ച് ശബ്ദമാണ്, കുറച്ച് ബഹളമാണ്. ശബ്ദമുണ്ട് സഹോദരങ്ങളെ, ബഹളമുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, അതിലുപരിയായി, അതിൻ്റെ 10,000 മടങ്ങായി അഗ്നിമേഘത്തൂണുകളായി ഇറങ്ങി നിൽക്കുന്ന അവൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും വലുത്. അവൻ്റെ പ്രസൻസ് ആണ് വലുത്. അവൻ്റെ സാന്നിധ്യമാണ് വലുത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വലുത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം സകല കസേരകളിലും മൂടി വന്നിരിക്കുന്ന ജനത്തെ മൂടുമാറാകട്ടെ. 2 കരങ്ങളെ ഉയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞാട്ടെ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം. പറ, അങ്ങയുടെ സാന്നിധ്യം എന്നെ പൊതിയണമേ. നീ യിരെമ്യാവിനോട്, സ്തോത്രം, യിരെമ്യാവേ, നീ കുശവനോട് സംസാരിക്കേണ്ട. കുശവൻ നിന്നോടും സംസാരിക്കേണ്ട. നീ കുശവനോട് സംസാരിക്കേണ്ട. കുശവൻ നിന്നോട് സംസാരിക്കേണ്ട. പകരം സ്തോത്രം, അതെ, നീ കുശവന്റെ വായിലല്ല നോക്കേണ്ടത്. അവൻ്റെ സംസാരം കേൾപ്പാൻ കുശവന്റെ വായിലേക്കല്ല നോക്കേണ്ടത്, അവൻ്റെ കയ്യിലേക്കാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? അവൻ്റെ വായിലേക്കല്ല നീ നോക്കേണ്ടത്, അവൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ നിനക്കൊരു ദൂത് കിട്ടും. അവൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ നിനക്കൊരു ദൂത് കിട്ടും. അവൻ്റെ പണിയിലൂടെ എൻ്റെ ജനത്തെ ഞാൻ എങ്ങനെ പണിവാൻ പോകുന്നു എന്ന് ചരിത്രം മാറ്റിമറിക്കുന്ന ഒരു ദൂത് ഇന്ന് പകൽക്കാലം ഞാൻ നിനക്ക് നൽകുവാൻ വേണ്ടി പോകുന്നു.
ഇസ്രായേൽ ജാതിയുടെ, ഇസ്രായേൽ ജനത്തിന്റെ അതേ ബെറ്റർമെന്റിന് വേണ്ടി എനിക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ ആരെയോടോ കർത്താവ് ഇടപെടുന്നു. മാസ്റ്റർ പ്ലാൻ ബഹളത്തിലല്ല ഞാൻ നിന്നെ ഏൽപ്പിപ്പാൻ വേണ്ടി പോകുന്നത്. ബഹളത്തിലല്ല. നീ ഒത്തിരി ബഹളം വച്ചിട്ടുണ്ട്, നിനക്ക് ബഹളം വയ്പ്പിക്കാൻ അറിയാം, ബഹളം വായിക്കാൻ നിനക്കറിയാം. എന്നാൽ കർത്താവ് പറയുന്നു മറ്റൊരു അപ്ഗ്രഡേഷനിലേക്ക് ഈ ദിവസങ്ങളിൽ ഞാൻ നിന്നെ കൊണ്ടുപോകുമ്പോൾ നിന്റെ സൈലൻസിൽ ഞാൻ പുതിയൊരു ദൂത്, നിന്റെ നിശബ്ദതയിൽ ഒരു പുതിയൊരു ദൂത് ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ആ കുശവനോട് നീ സംസാരിക്കേണ്ട, ആ കുശവൻ നിന്നോടും സംസാരിക്കേണ്ട. ഈ റൂമിനകത്ത് ഈ വെബ് സ്ട്രീം വാച്ച് ചെയ്യുന്ന ആരെയോ ഈ കുറെ ആഴ്ചകളായി എന്റെ ദൈവം മിണ്ടാതെ ഇരുത്തിയിരിക്കുന്നു എങ്കിൽ, വാടപ്പിച്ച് മിണ്ടാതെ ഇരുത്തിയിരിക്കുന്നുവെങ്കിൽ, ഇൻ ജീസസ് നെയിം എനിക്കും എന്റെ കർത്താവിനും നിന്നെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയാണ്. ഇത് വേസ്റ്റ് ഓഫ് ടൈം അല്ല കുട്ടി. കാരണം നീ ഇരുന്നത് പോലെ അല്ല നീ എഴുന്നേൽക്കുവാൻ വേണ്ടി പോകുന്നത്. നീ നിശബ്ദതയിൽ കയറിയതുപോലെയല്ല, നിശബ്ദതയിൽ നിന്ന് പുറത്ത് ഇറങ്ങുവാൻ വേണ്ടി പോകുന്നത്. എന്റെ ബൈബിൾ ഞാൻ കണ്ടു, സകല ശക്തന്മാരും പുറപ്പെട്ടത് സെമിനാരിയിൽ നിന്നല്ല, അവരുടെ ജീവിതത്തിന്റെ നിശബ്ദതയിൽ നിന്നാണ്. എല്ലാ ശക്തന്മാരും പുറപ്പെട്ടതെങ്കിൽ ആരെങ്കിലും ദൈവം നിശബ്ദതയിൽ ഇരുത്തിയിരിക്കുന്നു എങ്കിൽ ശക്തമായ എന്തോ ഒരു ചലനം നിന്നിലൂടെ തമ്പുരാൻ നിന്നിലൂടെ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ശക്തിയേറിയ ചലനത്തിനായി ഒരുങ്ങുക. പറ, ഗ്രേറ്റ് മൂവ്, വലിയൊരു ചലനത്തിനായി, ശക്തിയുള്ള ഒരു ചലനത്തിന് വേണ്ടി ഒരുങ്ങുക. എപ്പോൾ? ബഹളത്തിലല്ല, ചപ്പാങ്കുത്ത് താളത്തിലല്ല. ഈ പുസ്തകം പറയുന്നു സൈലൻസിൽ സ്തോത്രം. അതെ, നിന്റെ നിശബ്ദതയിൽ ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. കാണുന്ന മണ്ഡലത്തിൽ എല്ലാം അടഞ്ഞു കിടക്കുന്നു, എല്ലാം നിശബ്ദത എന്ന് പറഞ്ഞാലും കാണാത്ത മണ്ഡലത്തിൽ സകല അലങ്കോലങ്ങളെ അലങ്കാരമാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഒരിക്കൽ കൂടെ പറയും, കാണുന്ന മണ്ഡലത്തിലൊന്നും നടക്കുന്നില്ല, എല്ലാം അലങ്കോലമായി കിടക്കുന്നു എന്ന് നീ പറയുന്നുവെങ്കിലും നിന്റെ മകളെ ശരിയാക്കാൻ, നിന്റെ മകനെ ശരിയാക്കാൻ, നിന്റെ ആരോഗ്യത്തെ ശരിയാക്കാൻ, നിന്റെ സമ്പത്തിനെ ശരിയാക്കാൻ, അതിലുപരി നിന്റെ ആത്മമണ്ഡലത്തെ ശരിയാക്കാൻ, കാണാത്ത മണ്ഡലത്തിൽ അലങ്കോലങ്ങളെ അലങ്കാരമാക്കുവാൻ കർത്താവിന്റെ കരം ചലിക്കുന്നുണ്ട്. സ്തോത്രം. നീ കുശവനോട് സംസാരിക്കേണ്ട, കുശവൻ നിന്നോടും സംസാരിക്കേണ്ട. നീ നിശബ്ദമായിരുന്ന് എന്റെ ദൂതിനെ ഒന്ന് പ്രാപിച്ചാട്, എന്റെ ദൂതിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്താട്, എന്റെ ദൂതിനെ പ്രാപിച്ചാട്. ഈ തലമുറയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് കാർബൺ കോപ്പിയാണ്. കാർബൺ കോപ്പി. ഗൂഗിളിൽ നിന്ന് കോപ്പി അടിച്ച്, യൂട്യൂബിൽ നിന്ന് കോപ്പി അടിച്ച്, സ്തോത്രം, അതേ എഴുതി വിടുന്നവർ, പറഞ്ഞു വിടുന്നവർ, വായിച്ചു വിടുന്നവർ. എന്നാൽ ഞാൻ പറയട്ടെ, കോപ്പി അടി നിർത്തുക. അടുത്തിരിക്കുന്ന 3 പേരെ നോക്കി പറ, കോപ്പി അടിക്കുന്നത് നിർത്ത്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, കോപ്പി അടിക്കുന്നത് നിർത്ത്. കോപ്പി അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അക്ഷരമാണ്. കോപ്പി അടിച്ചാൽ സ്തോത്രം നിങ്ങൾക്ക് കിട്ടുന്നത് അക്ഷരമാണ്. ബൈബിൾ സ്കൂളിലെ ആ ടീച്ചറിനെ കോപ്പി അടിച്ചു, ബൈബിൾ സ്കൂളിനെ ആ സാറിനെ കോപ്പി അടിച്ചു. ആ സാറിൽ നിന്ന് നിങ്ങൾ കോപ്പി അടിക്കുന്നെങ്കിൽ, ആ സാറിന്റെ റിപ്ലിക്ക ആയി നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ, ആ പ്രാസംഗന്റെ അതേ സ്തോത്രം, അതേ ബാക്കി പത്രം നിങ്ങൾ പറയുന്നു എങ്കിൽ മനസ്സിലാക്കണം, അതിന്റെ പേര് ലെറ്റർ, അതിന്റെ പേര് അക്ഷരം. അക്ഷരം കൊല്ലുന്നു. ആത്മാവോ ജീവിപ്പിക്കുന്നു. കോപ്പി അടിക്കുന്നത് നിർത്ത്. വല്ലവരെ ഛർദിച്ചിട്ട് ഛർദിയല്ല നീ കൊണ്ട് നടക്കേണ്ടത്. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം, മട്ടൂറിയ വീഞ്ഞ്. ഓ ഹല്ലേലൂയ. ആരും അറിയാത്തത്, ആരും പറയാത്തത്, ആരും പ്രവചിക്കാത്തത്, ആരും പ്രസംഗിക്കാത്തത് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിക്ക്. കോപ്പിയടി നിർത്ത്. കാരണം വേദപുസ്തകം പറയുന്നു, യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം 20-ാം വാക്യത്തിൽ, പ്രവാചകന്മാരുടെ വചനം മോഷ്ടിക്കുന്നവരെ ദൈവം വെറുക്കുന്നു. പ്രാസംഗന്മാരുടെ പ്രസംഗം മോഷ്ടിക്കുന്നവരെ ദൈവം വെറുക്കുന്നു. നിന്റെ നാക്കിലല്ല വാചകമടിച്ച് തഴമുണ്ടാകേണ്ടത്, നീ മുട്ടുമടക്ക് നിന്റെ മുട്ടിന്മേൽ തഴമുണ്ടാകട്ടെ. നിന്റെ മുട്ടിൽ എത്രത്തോളം തഴമുണ്ട്, അതാണ് നിന്റെ ആത്മീയ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും കരുത്ത്.
നിന്റെ മുട്ടിൽ എത്രത്തോളം തഴമ്പടോ അതാണ് നിന്റെ ശുശ്രൂഷയുടെ വിജയം. വാചകമടിയല്ല സ്തോത്രം നിന്റെ ശുശ്രൂഷ. കുറച്ച് വാചക കസർത്തല്ല നിന്റെ ശുശ്രൂഷ. നിന്റെ മൈൻഡ് സെറ്റ് മാറട്ടെ, നിന്റെ പാറ്റേൺ മാറട്ടെ, നിന്റെ ലൈഫ് സ്റ്റൈൽ മാറട്ടെ. ജീവിതത്തിൽ ഇല്ലാത്തതല്ല നീ പറയേണ്ടത്. ആദ്യം സ്തോത്രം, അതെ, ആദ്യമായി ഈ പുസ്തകം വായിക്കണം, ഈ പുസ്തകത്തിലൂടെ ജീവിതത്തിലേക്ക് പകർത്തണം, എന്നിട്ട് ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കണം. ഈ പുസ്തകം അനുസരിച്ച് ജീവിച്ചിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആദ്യം പുസ്തകത്തിലേക്ക് നോക്കണം. ക്രൈസ്റ്റ് എന്താണ്? ക്രിസ്തു എങ്ങനെയാ ജീവിച്ചത്? ക്രിസ്തുവിൻ്റെ ജീവിതശൈലി എന്താണ്? ആ കർത്താവിലുള്ളത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാകണം. ആദ്യം ജീവിക്കണം, ജീവിച്ചിട്ട് പിന്നെ ബാക്കി പ്രസംഗിക്കണം. എന്തൊരു ശാന്തത! ഞാൻ പ്രതീക്ഷിച്ചെന്നെ. എന്തൊരു ശാന്തത! നമുക്കുള്ള കുഴപ്പം, നമ്മൾ ബഹളം വയ്പ്പിച്ചു. നമ്മൾ വിചാരിച്ചു ഈ ബഹളമാണ് ആത്മീയ. നമ്മൾ വിചാരിച്ചു ഈ ബഹളം വയ്പ്പിക്കുന്നതാണ് ആത്മീയം. നോ! സ്തോത്രം, അതെ, ചണ്ടമേളം പഞ്ചവാദ്യം അല്ല ആത്മീയ ജീവിതം. നിന്റെ ബഹളമെല്ലാം നിർത്തിക്കോ. ആ ബഹളക്കാരെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നിത് അത് അവസാന അറിയിപ്പാണ്. ഇത് ബഹളമല്ല, ഇത് ജീവിതമാണ്. ബഹളത്തിൽ, അതെ, ജീവിതത്തിൽ ഒരു ബഹളമുണ്ട്. ഒരിക്കൽ കൂടെ, ജീവിതത്തിൽ ഒരു ബഹളമുണ്ട്. അത് ജീവനില്ലാത്ത ബഹളമല്ല, അത് ജീവനുള്ള ബഹളമാണ്. ജീവിതത്തിൽ ഒരു ശബ്ദമുണ്ട്, ജീവിതത്തിൽ ശബ്ദമുണ്ട്. ജീവനില്ലാത്ത ശബ്ദം കൊണ്ട് പ്രയോജനമില്ല. ജീവിതമില്ലാത്ത ശബ്ദം കൊണ്ട് ഒരു പ്രയോജനമില്ല. ജീവിതമില്ലാത്ത ശബ്ദം കൊണ്ട് മൂക്കിൽ ഇരിക്കുന്നതായ ഈച്ച പോലും പറക്കത്തില്ല. പക്ഷെ ജീവിച്ച് 4 വാക്ക് പറഞ്ഞാൽ മതി. ജീവിച്ച് 4 വാക്ക് പറഞ്ഞാൽ മതി. ഉറങ്ങാൻ കിടക്കുന്ന സാമ്രാജ്യമല്ല പിറ്റേ ദിവസം രാവിലെ ഉറക്കമണിക്കുമ്പോൾ ദേശത്ത് വെളിപ്പെടുന്നത്. ഒരിക്കൽ കൂടെ ഉറങ്ങാൻ കിടന്നത് സ്തോത്രം, അതെ, ബാബിലോണിയ സാമ്രാജ്യത്തിലാണ്. ഉറക്കം എഴുന്നേറ്റത് മേദ്യ പാർസ്യ സാമ്രാജ്യത്തിലാണ്. ജീവിതമുള്ളവർ 4 അന്യഭാഷ പറഞ്ഞാൽ സാമ്രാജ്യത്തെ മാറ്റുന്ന പുസ്തകമാണ് ഇത്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ജീവിതം ഇല്ലാത്തവന്റെ അന്യഭാഷയല്ല, ഭൂതത്തിന്റെ അന്യഭാഷയല്ല. ജീവിതമുള്ളവൻ അന്യഭാഷ പറഞ്ഞു. എവിടെ? ബെൽഷസ്സർ രാജാവിന്റെ മുൻപിൽ ജീവിതമുള്ളവൻ 4 അന്യഭാഷ പറഞ്ഞു. പറഞ്ഞാട്ടെ, മെനെ തെക്കേ റുഫാസിൽ ജീവിതമുള്ളവൻ ആ 4 ഭാഷ പറഞ്ഞിട്ട് ചെന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇതാ സ്തോത്രം, രാജാവ് മാറിയിരിക്കുന്നു, രാജ്യം മാറിയിരിക്കുന്നു, ബാബേൽ സംസ്ഥാനം എന്ന ലേബൽ മാറിയിരിക്കുന്നു. മേദ്യ പാർസ്യ സ്തോത്രം, അതേ, സംസ്ഥാനം ആവിർഭാവം ചെയ്തിരിക്കുന്നു. ഇൻ ജീസസ് നെയിം. ജീവിക്കുന്ന കുറച്ചു പേർ എഴുന്നേറ്റ് നിന്ന് കേരളത്തിൽ അന്യഭാഷ പറഞ്ഞാൽ ഈ സംസ്ഥാനം മാറിയിരിക്കുക. ജീവിക്കുന്ന കുറച്ചു പേർ എഴുന്നേറ്റ് നിന്ന് അന്യഭാഷ പറഞ്ഞാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പരിശുദ്ധാത്മാവിന്റെ സുനാമി വെളിപ്പെടും. ജീവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാൽ, ഓ, ആയിരക്കണക്കിന് വർഷമായി ദുഷ്ടൻ പീഠമിട്ട് വച്ചിരിക്കുന്നവന്റെ സിംഹാസനത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം സ്തോത്രം ധരിപ്പിക്കും. കമാൻ, ജീവിക്കാം. ജീവിക്കുന്നവർ 2 കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ച് ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യിരെമ്യാവ് കുശവന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇതാ സ്തോത്രം, ഒരു കുശവനുണ്ട്. ഒരു കുശവൻ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കുശവൻ. താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുക. ഓ, യിരെമ്യാവ് പോയി അവനോട് കുശലം ചോദിക്കുന്നില്ല. യിരെമ്യാവ് കുശവനും നോക്കിയിരുന്നു. യിരെമ്യാവ് കുശവനും നോക്കി എന്ന് എനിക്ക് ആ വേദഭാഗത്ത് മനസ്സിലായപ്പോൾ സ്തോത്രം, ഞാൻ ഇപ്രകാരമാണ് നോക്കിയത്. പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവാകുന്ന നല്ല കുശവൻ. സോ എക്സാക്ട്ലി പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് നല്ല കുശവൻ. നിന്നെ സൃഷ്ടിച്ചത് അപ്പന്റെ മസിൽ കരുത്തല്ല, അമ്മയുടെ ബ്രെയിൻ സ്കില്ലല്ല. നിന്നെ സൃഷ്ടിച്ചത് നിംസിന്റെയോ കിങ്സിന്റെയോ ഹോസ്പിറ്റൽ അല്ല, ഒരു കൂട്ടം ഡോക്ടേഴ്സ് അല്ല. നിന്നെ ഡിസൈൻ ചെയ്തത് എൽ എലിയോൻ, എൽ ഷഡായ്. അവൻ നിന്റെ കുശവനാണ്. അമ്മയുടെ ഗർഭത്തിൽ നിന്നെ മെടഞ്ഞവൻ അവനാണ്. സ്തോത്രം, അതേ. യിരെമ്യാവ് നോക്കുമ്പോൾ ആ കുശവനിതാ ആ കളത്തിലേക്ക് കടന്നുപോയി. അവനിതാ കുനിയുന്നു. കാരണം കുശവന് കളിമണ്ണിനെ കാണുമ്പോൾ അവൻ ആഗ്രഹമാണ് ഇതിൽ നിന്ന് പാത്രം ഉണ്ടാക്കണം. ഇവിടെ ചില അധ്യാപകർ വന്നിട്ടുണ്ട്. ആ അധ്യാപകർക്ക് കുട്ടികളെ കാണുമ്പോൾ അതെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ ചില ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്. രോഗികളെ കാണുമ്പോൾ ചികിത്സിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ കുശവന്റെ ആഗ്രഹമാണ് കളിമണ്ണ് വെറുതെ കിടക്കാതെ ആ കളിമണ്ണിനെ എങ്ങനെയെങ്കിലും
പാത്രമാക്കിയിടാം. സ്തോത്രം. ഞാൻ മനസ്സിലാക്കിയത് സൃഷ്ടിയുടെ ആരംഭത്തിൽ the beginning of ages, സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ വേദപുസ്തകം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ കർത്താവിതാ സ്തോത്രം അതേ ഏദെൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് അവനിതാ നല്ല കുശവൻ അവൻ കുനിയുകയാണ്. സ്തോത്രം. അതേ ബാക്കിയുള്ള ഒരു സൃഷ്ടിക്ക് വേണ്ടിയും എൻ്റെ കർത്താവ് കുനിഞ്ഞില്ല. എന്നാൽ ഈ സൃഷ്ടിക്ക് വേണ്ടി ആറാം ദിവസം കർത്താവ് ഇതാ കുനിഞ്ഞിട്ട് ആ നല്ല കുശവൻ മണ്ണിനെ എടുത്ത് ഏതോ കാട്ടുപോത്തിനെ പോലെയല്ല, കൊരങ്ങനെ പോലെയല്ല, മയിലിനെ പോലെയല്ല, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യരെ നിർമ്മിക്കാം എന്താലോചന പ്രകാരം ആ നല്ലവനായ കുശവൻ കുനിഞ്ഞ് മനുഷ്യനെ ഇതാ നിർമ്മിച്ച്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ നോക്കി പറയട്ടെ, സ്തോത്രം. കർത്താവ് തന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ നിന്നെ നിർമ്മിച്ചു. വലത് കരങ്ങളെ ഉയർത്തി മാർവോട് ചേർത്ത് വെച്ച് പറഞ്ഞാട്ടെ, ദൈവം എന്നെ നിർമ്മിച്ചു. പറഞ്ഞാട്ടെ, ദൈവം നിന്നെ നിർമ്മിച്ചു. അതുകൊണ്ട് നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ സൃഷ്ടി കർത്താവിന് ഇന്ന് പകൽക്കാലം ക്യാൻസറിനെ വേരോടെ പറിച്ചു കളവാൻ തക്കണം കഴിയാം. ആ ട്യൂമറിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയാം. നിന്റെ ബോഡിയിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ്, വേണ്ടാത്ത കാര്യാദികൾ ഈ ലോകത്തിലെ ദൈവമായ സാത്താൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നു എങ്കിൽ ഇൻ ജീസസ് നെയിം കത്തിവെക്കാതെ, നൂലുകൊണ്ട് കുത്തിത്തെക്കാതെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഓപ്പറേഷൻ നിന്റെ ശരീരത്തിൽ പകർന്ന് ഇന്ന് പകൽ അത്ഭുതകരമായി നിന്നെ വിടുവിപ്പാൻ, സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. കർത്താവ് നിന്നെ നിർമ്മിച്ചു. മനുഷ്യനെ നിർമ്മിപ്പാൻ കർത്താവ് കുനിഞ്ഞു. എക്സാലി വീണ്ടും സ്തോത്രം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവൻ ഒരിക്കൽ കൂടെ യെരൂശലേമിൽ കുനിയുകയുണ്ടായി. അവൻ യെരൂശലേമിൽ കുനിഞ്ഞത് ആ സ്തോത്രം 9 അടി നീളവും 6 അടി വീതിയുമുള്ളതായ ആ ഭാരമുള്ള മരക്കുരിശ് യേശുവിന്റെ ചുമലിൽ വെച്ചപ്പോൾ അവൻ കുനിയുകയുണ്ടായി. എന്തിനു വേണ്ടി? നീ തകർന്നും നുറുങ്ങിയും ധൂളിയുമായി പോകാതെ കർത്താവിന്റെ കൃപയാൽ ഈ വചനം പറയുന്ന സകല വാഗ്ദത്തങ്ങളും അനുഗ്രഹവും ഏറ്റെടുത്ത് ഒരു മാനപാത്രമായി തീരുവാൻ അവൻ ക്രൂശുമായി അവൻ നിനക്കായി കുനിയപ്പെട്ട്. മനസ്സിലാക്കുന്ന ആമീൻ പറഞ്ഞാട്ടെ. നീ കൈയടിച്ചത് കൊണ്ടല്ല എന്തേലും കിട്ടിയത്. 3 ഇരുന്ന് 7 ഇരുന്ന് 21 തള്ളിയത് കൊണ്ടല്ല നിനക്ക് കിട്ടിയത്. നീ ആഭരണം മാറ്റിയത് കൊണ്ടോ ഇട്ടത് കൊണ്ടോ അല്ല ഈ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ വന്നത്. പകരം 2000 വർഷങ്ങൾക്ക് മുമ്പ് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ചവനായ ആ നല്ലവനായ കുശവൻ മറിയയുടെ ഗർഭപാത്രത്തിൽ തന്നെത്താൻ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അവൻ മരക്കുരിശുമായി സ്തോത്രം അതേ അവൻ കുരിഞ്ഞു. എന്നാൽ കേൾക്കണമേ, അവിടെ ഒരു കുശവന്റെ നിലമുണ്ട്. അവനെ സ്തോത്രം അതേ കാണിച്ചു കൊടുത്തത് യൂദ 30 വെള്ളിക്കാശിന് ഒരു കുശവന്റെ നിലം വാങ്ങി. ഇന്ന് പകൽക്കാലം മറ്റുള്ളവർക്ക് പാര പണിയുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ 2021 യൂദമാരെന്ന് നോക്കി ഞാൻ പറയട്ടെ. ഈ ദൂതന് വേണ്ടി ഇന്നലെ രാത്രി നോക്കുമ്പോൾ കുശവന്റെ നിലം യെരൂശലേമിൽ ഞാൻ വീണ്ടും ചെക്ക് ചെയ്തു. അപ്പോൾ സ്തോത്രം ലൈവ് പിക്ചറായി നിങ്ങൾക്ക് ഇന്നും കാണുവാൻ കഴിയും. അതിന്റെ താഴെ ഒരു ഗ്രീക്ക് മോണസ്ട്രി ഉണ്ട്, അതിന്റെ ഇപ്പുറത്ത് കുറച്ച് ഹോട്ടൽസ് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് വേറെ പല കെട്ടിടമുണ്ട്. എന്നാൽ കഴിഞ്ഞ 2000 വർഷമായി വിശുദ്ധ രക്തത്തിന്റെ നിലമാകുന്നതായ ആ കുശവന്റെ നിലത്ത് ഒന്നും നടക്കുന്നതേയില്ല. രക്തനിലത്ത് ഒരു പണിയും നടക്കുന്നില്ല. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? യേശു കർത്താവിന്റെ രക്തത്തിന്റെ വിലയായി 30 വെള്ളിക്കാശിന് യൂദ അന്നേ മേടിച്ചിട്ട്, അല്ലെങ്കിൽ സ്തോത്രം യൂദ എടുത്തതായ ആ വെള്ളിക്കാശ് നിമിത്തം അപ്പോസ്തല പ്രവൃത്തി 1:18 വായിക്കുമ്പോൾ അക്കൽദാമ രക്തനിലം എന്ന് പറയുന്ന ആ രക്തനിലത്ത് ഒരു ചുക്കും നടക്കുന്നില്ല. ലോകമഹായുദ്ധങ്ങൾ വന്നിട്ടും ജർമ്മനി പണിയപ്പെട്ടു, ജപ്പാൻ പണിയപ്പെട്ടു, പട്ടണങ്ങൾ പണിയപ്പെട്ടു, സാമ്രാജ്യങ്ങൾ പണിയപ്പെട്ടു, രാജാക്കന്മാർ ഉയർന്നു, കണ്ടുപിടുത്തങ്ങൾ വന്നു, ഒത്തിരി ഉന്നതന്മാർ പൊങ്ങി, ഒത്തിരി ഡെവലപ്മെന്റ്, എല്ലാ ഭൂഖണ്ഡങ്ങളിലും ദ്വീപുകളും ഉണ്ടായി, എല്ലാ ദ്വീപുകളും നിറയുകയാണ്, പട്ടണങ്ങൾ പെരുകുകയാണ്. പക്ഷേ രക്തനിലത്ത് അക്കൽദാമയിൽ മാത്രം ഒന്നുമില്ല. അതിൽ എനിക്കൊരു ദൂത് പറവാനുണ്ട്. സ്തോത്രം. വിശുദ്ധ രക്തം എവിടെയാണോ നീ ചൊരിയുന്നത്, മറ്റുള്ളവർക്കെതിരെ കുറ്റം പറയുമ്പോൾ, മറ്റുള്ളവർക്കെതിരെ തന്ത്രം വരികുമ്പോൾ മനസ്സിലാക്കണം, നിന്റെ വീട് ഒരു അക്കൽദാമയാണ്, നിന്റെ തലമുറകൾ ഒരു അക്കൽദാമയാണ്. അതുകൊണ്ട് നീയും ഞാനും രക്തം ചൊരിയിപ്പിക്കുന്നവരാകല്ല്, മുറിക്കുന്നവരാകല്ല്, പകരം മുറിവ് കെട്ടുന്നവരായിരിക്കും.
അക്കൽദാമ അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. സൂക്ഷിച്ചോളം നിന്റെ നാക്ക് വളയ്ക്കുമ്പോൾ, സൂക്ഷിച്ചോളം മറ്റുള്ളവർക്കെതിരെ സംസാരിക്കുമ്പോൾ. നീ തിരുവനന്തപുരത്ത്, നീ ബാംഗ്ലൂരിൽ, മറ്റു സ്ഥലങ്ങളിൽ നീ ഒരു അക്കൽദാമ ഉണ്ടാക്കുകയാണ്. ഇൻ ജീസസ് നെയിം. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതേ ആ രക്തനിലത്ത് ഒന്നുമേ ഉണ്ടാകുന്നില്ല. എന്നാൽ അത് നെഗറ്റീവ് സൈഡെങ്കിൽ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, ആക്രോശമായി അവൻ കുനിഞ്ഞപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് വീണതായ രക്തം, യേശുവിന്റെ രക്തം മണ്ണിൽ വീണു. യേശുവിന്റെ രക്തം ഈ മണ്ണിൽ വീണു. ഈ മണ്ണിൽ, ഇത് മണ്ണിൽ നിന്നുണ്ടാക്കിയ ശരീരമാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഇത് മണ്ണിൽ നിന്ന് വന്നതാണ്. പറഞ്ഞാട്ടെ, ഇത് മണ്ണിൽ നിന്ന് വന്നതാണ്. ഈ മണ്ണിൽ നിന്ന് വീണതായ ഈ ശരീരം മണ്ണിൽ നിന്ന് ദൈവം നിർമ്മിച്ചതാണ്. പറ, ഒരിക്കൽ കൂടെ നോക്കി പറഞ്ഞാട്ടെ, ഇത് മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണ്. ഇത് മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണ്. ഈ മണ്ണിന്റെ ശാപങ്ങൾ ഇതിലുണ്ട്, ഈ മണ്ണിന്റെ കെട്ടുകൾ ഇതിലുണ്ട്, ഈ മണ്ണിന്റെ ഇംപ്യൂരിറ്റീസ് ഇതിലുണ്ട്. പക്ഷേ സ്തോത്രം, അതേ വിണ്ണിലെ ദൈവത്തിന്റെ പുത്രന്റെ രക്തം ഈ മണ്ണിൽ വീണപ്പോൾ, വിണ്ണിലെ ദൈവത്തിന്റെ പുത്രന്റെ രക്തം ഈ മണ്ണിൽ വീണപ്പോൾ അവിടെ ശാപങ്ങൾ തകർക്കപ്പെട്ടു. അവിടെ ശാപങ്ങൾ തകർക്കപ്പെട്ടു. പകരം ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹം വെളിപ്പെട്ടു. കൈയടിക്കുന്ന നേരെ കൈയടിച്ചേ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ സ്തോത്രം അത് വീണ്ടെടുക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്, മണ്ണിന്റെ പ്രതിസന്ധി, മണ്ണിന്റെ തിന്മ നിന്നിൽ നിന്ന് മാറുകയാണ്. കുടുംബത്തിന്റെ തിന്മ, ദേശ തിന്മ, ജാതി തിന്മ, സകലതും നിന്നിൽ നിന്ന് മാറി സ്വർഗത്തിലെ സകല അനുഗ്രഹത്താൽ ദൈവം തന്നെ നിറയ്ക്കുകയാണ്. വേദപുസ്തകം അനുസരിക്കുന്നത് കൊണ്ടുള്ള സകല അനുഗ്രഹങ്ങൾ നിനക്കുള്ളതാണ്. ആവർത്തനം 28 1 മുതൽ 14 വരെയുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വായിച്ചു വിടുവാനുള്ള. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്ന് പാടി വിടുവാനുള്ളതല്ല. പകരം യേശുവിൻ്റെ രക്തം നിന്റെ മേൽ വീണത് നിമിത്തം നീ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഒരുങ്ങിയാലും ശരി, ഇല്ലെങ്കിലും ശരി, അനുഗ്രഹം ചുമക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതാണ്. തീർന്നില്ല, സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം നിങ്ങൾക്കുള്ളതാണ്. അത് പറവാൻ, സ്തോത്രം പ്രസംഗിപ്പാൻ എനിക്ക് 3 സെഷൻ വേണം. പകരം സ്തോത്രം ദൈവകൃപ ഒറ്റ സെന്റൻസിൽ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. നിങ്ങളെ ശപിപ്പാൻ ഒരു ഭൂതത്തിന് കഴിയത്തില്ല, ഒരു മനുഷ്യന് നിന്നെ ശപിപ്പാൻ കഴിയത്തില്ല. കാരണം യേശുവിന്റെ രക്തത്താൽ സകല ശാപങ്ങളെ തകർത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിന്നെ വിളിച്ചു കഴിഞ്ഞു. 2 കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. കുശവന് ഈ മണ്ണിനെ കുറിച്ച് ഒരു പ്രത്യേക പ്ലാൻ ഉണ്ട്. ഒരു പ്ലാൻ ഉണ്ട്. നിന്റെ അപ്പന് നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ടോ? അമ്മയ്ക്ക് പ്ലാൻ ഉണ്ടോ? പാസ്റ്റർക്ക് പ്ലാൻ ഉണ്ടോ? ഐ ഡോണ്ട് നോ. പക്ഷേ സ്തോത്രം ഞാൻ പറയട്ടെ, സ്തോത്രം, കർത്താവിന്, തമ്പുരാന് നിന്നെ കുറിച്ച് ഭയങ്കര പ്ലാൻ ഉണ്ട്. ദൈവം ഒരു പ്ലാൻ ചെയ്താൽ ആ പ്ലാനിനെ തകർക്കാൻ സ്തോത്രം ഒരു ഭൂതത്തിനും കഴിയത്തില്ല, മനുഷ്യനും കഴിയത്തില്ല. ദൈവം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ പകുതി വഴിയിൽ വെച്ച് ദൈവം നിർത്തത്തുമില്ല. കാരണം അവൻ ആൽഫ മാത്രമല്ല, ബാക്കി പറ, അവൻ ഒമേഗയുമാണ്, അവൻ ആരംഭമാണ്, അവൻ അവസാനമാണ്. എന്നാൽ സ്തോത്രം, അതേ ആ പദ്ധതിക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഒരുവനെ സ്തോത്രം തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രോമിസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം. പ്രോമിസ് ഉണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്തം ദൈവത്തിന് നിന്നെക്കുറിച്ചുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം ദൈവം നിന്നെ പറയുമ്പോൾ ആ സ്തോത്രം ഒരു ഗോഡ്ലി പർപ്പസിലേക്കാണ് ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. കേൾക്കാൻ രസമുണ്ട്. വാഗ്ദത്തം, പ്രോമിസ് എന്നെ കുറിച്ച് കർത്താവ് പറഞ്ഞു, വാഗ്ദത്തം പറഞ്ഞു. പക്ഷേ ആ പർപ്പസ്, ദൈവിക ആവശ്യത്തിലേക്ക്, ആ പർപ്പസിലേക്ക് നീ എത്തുന്നതിന് മുമ്പ് ഇടയ്ക്കൊരു കാര്യമുണ്ട്. അതിൻ്റെ പേരാണ് പ്രോസസ്. പ്രോസസ്സിലൂടെ പോകാതെ ഒരിക്കലും പർപ്പസിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. സോ പ്രോമിസ്, പ്രോസസ് ആൻഡ് പർപ്പസ്. ഒരിക്കൽ കൂടെ, പ്രോമിസ്, പ്രോസസ്, പർപ്പസ്. ഒരു വാഗ്ദത്തം ഉള്ളവൻ ഒരു ദൈവിക പ്രക്രിയയിലൂടെ അവൻ പോയി തന്നെ ആകേണം. നിങ്ങൾ അനേകർ പൊക്കൊണ്ടിരിക്കുന്നത് പ്രക്രിയയാണ്. നിങ്ങൾ ചിലർ പോകുന്നത് പ്രക്രിയയാണ്. നിങ്ങൾക്ക് ചിലർക്ക് കണ്ണുനീരിൻ്റെ താഴ്വരയാണ്, ചിലർക്ക് നിങ്ങൾക്ക് തകർച്ചയാണ്, ചിലർക്ക് നിങ്ങൾ ഒറ്റപ്പെടലാണ്, ചിലർക്ക് നിങ്ങൾക്ക് ഉറക്കാൻ വരാത്ത രാത്രികളാണ്, ചിലർക്ക് നിങ്ങൾ സ്തോത്രമാതെ ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും ക്രമത്തിലുള്ള വ്യഥയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇതൊന്നും നഷ്ടം അല്ല. ഇതൊന്നും നഷ്ടം അല്ല. ഒരു പ്രത്യേക പ്രോസസ്സിലൂടെ ദൈവം നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗോഡ്ലി പർപ്പസിൽ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പെറുപെറുക്കല്ല. കുശവനോട് മെനയുന്നവനോട് ഇത് എന്തിന് എന്ന് ചോദിക്കല്ല. എന്റെയും നിന്റെ പ്രൈം റെസ്പോൺസിബിലിറ്റിയാണ്. അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരുന്നോട്ടെ. ഹല്ലേലൂയ.
വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതെ, ആ കുശവന്റെ ആ പ്രോസസ് നോക്കിയാണ്. കുശവൻ എങ്ങനെയാണ് ആ കളിമണ്ണിനെ എന്താ ചെയ്യുന്നത്? അവൻ ഫീൽഡിലേക്ക് കടന്നുപോയി ആ കുശവൻ തൻ്റെ വായിൽ നിന്ന് ആ മണ്ണിനെ വെട്ടിയെടുത്ത് തൻ്റെ കളത്തിലേക്ക് കൊണ്ടുവരുന്നു. തൻ്റെ കളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മണ്ണിനെ കളത്തിലിട്ട് ശുദ്ധീകരിക്കുന്നു. നിന്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും പഴയ സമൂഹത്തിനും പഴയ കാര്യാദികളും ഇട്ടല്ല കുശവൻ നിന്നെ ശുദ്ധീകരിക്കുന്നത്. പഴയ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം നിന്നെ മാറ്റുകയാണ്. പഴയ ആൾക്കാരിൽ നിന്ന് ദൈവം നിന്നെ മാറ്റുകയാണ്. ഒരു കാര്യമില്ലായിരുന്നു, അവർ പിണങ്ങിപ്പോയി, ഒരു കാര്യമല്ല, പക്ഷെ അവരെല്ലാവരും സ്തോത്രം മുഖം കറുത്തു. സാഹചര്യം മാറുകയാണ്. സാഹചര്യം മാറിയെങ്കിൽ പഴയ മിത്രങ്ങൾ പുതിയ ശത്രുക്കളായെങ്കിൽ, ഒരിക്കൽ കൂടെ, പഴയ മിത്രങ്ങൾ പുതിയ ശത്രുക്കളായെങ്കിൽ, പഴയ വാതിലുകൾ അടയ്ക്കപ്പെട്ടു എങ്കിൽ മനസ്സിലാക്കണം, വെൽക്കം ടു ദ ക്ലബ്. കുശവൻ നിന്നെ കണ്ടിരിക്കുന്നു. കുശവൻ നിന്നെ കണ്ടിരിക്കുന്നു. കുശവൻ നിന്നെ കണ്ടിരിക്കുന്നു. സ്തോത്രം. അടുത്തിരിക്കുന്നവർ നോക്കി, അടുത്തിരിക്കുന്നവർ നോക്കി, അടുത്തിരിക്കുന്നവർ നോക്കി എന്ന് പറഞ്ഞാട്ടെ, ഞാൻ അറിയാതെ മാറുകയാണ്. പറഞ്ഞാട്ടെ, മോത്തോക്കി പറ, മോത്തോക്കി പറ, മോത്തോക്കി പറ, ഞാൻ അറിയാതെ മാറുകയാണ്. ആ മണ്ണ് ആഗ്രഹിച്ചതല്ല. കുശവൻ സ്തോത്രം ആ മണ്ണിനെ അതേ തൻ്റെ വയലിൽ നിന്ന് കളത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഇതാ ശുദ്ധീകരിക്കുകയാണ്, അതിനെ ക്രമീകരിക്കുകയാണ്. എല്ലാ മക്കളും കേൾക്കണം, നിനക്കൊരു ക്രമീകരണമുണ്ട്. നീ വിചാരിക്കുന്ന നിസ്സാര കാര്യത്തിൽ പോലും നിനക്കൊരു ക്രമീകരണമുണ്ട്. തോന്നിയ വഴിക്ക് നടക്കുന്നതല്ലല്ലോ ആത്മീയ ജീവിതം. കാരണം ഈ വിശുദ്ധ പുസ്തകം ഒരു അച്ചടക്കത്തിന്റെ പുസ്തകമാണ്. ഈ അച്ചടക്കത്തിന്റെ പുസ്തകം അനുസരിച്ച് ജീവിക്കുമ്പോൾ, ഈ ട്രാക്കിൽ നിൽക്കുമ്പോൾ മാത്രമേ അനുഗ്രഹത്തിന്റെ ട്രെയിൻ ഓടത്തുള്ളൂ. ഓട്ടോറിക്ഷയല്ല ദൈവത്തിന്റെ അനുഗ്രഹം, അതൊരു ട്രെയിൻ പോലെയാണ്. ഇതിന്റെ ട്രാക്കിൽ നിന്നാൽ മാത്രമേ അതിന്റെ അനുഗ്രഹം നിന്നിലേക്ക് ഓടി എത്തത്തുള്ളൂ. കേട്ടവർ ആമേൻ പറഞ്ഞാട്. അമേരിക്കൻ ഐക്യനാട് ഉൾപ്പെടെ പാശ്ചാത്യ ദേശം മുഴുവൻ സടകുടഞ്ഞെഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യുന്ന ഒരു മാതാവുണ്ട്. ആ മാതാവിന്റെ പേരാണ് സൂസന്ന വെസ്ലി. ഇവിടെ ആയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി മാതാക്കൾ ഞാൻ കാണുന്നു. ഐ എം സോ പ്രൗഡ് ഓഫ് യു. നിങ്ങളുടെ മക്കൾ ഇത്രത്തോളം വന്നത് നിങ്ങളുടെ ശ്രമം കൊണ്ടാണ്. ആരും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കാണത്തില്ല. ഹിയർ ഐ ആം, നിങ്ങളുടെ സഹോദരൻ. നിങ്ങൾ നോക്കി അതേ പറയുന്നു, വെൽ ഡൺ, സല്യൂട്ട് ചെയ്യുകയാണ്. യെസ്, ഈ അമ്മമാർക്കായി സ്തോത്രം. അപ്പന്മാർ പുറമെ പോയി പണം ഉണ്ടാക്കി കൊണ്ടുവന്നു, സംഭവം ശരിയാണ്. പക്ഷെ ആ കുഞ്ഞ് ഉടഞ്ഞു പോകാതെ നിന്നത് ഈ അമ്മയുടെ പരിശ്രമമാണ്. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്യാത്തത്, ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചത്, ആ കുഞ്ഞ് നല്ലൊരു പദവിയിൽ എത്തിച്ചേരുന്നത്, ആ കുഞ്ഞ് ഇത്രത്തോളം ആയിത്തീരുന്നത്, ആ വീട്ടിൽ സ്തോത്രം ഇത്രത്തോളം നന്മയുണ്ടായത് പുറത്തോടി നടക്കുന്ന അപ്പനെ കൊണ്ടല്ല, അകത്ത് കുറുപ്രാവിനെ പോലെ ദൈവത്തിന് മുൻപിൽ കുറുകയും കരയുകയും ചെയ്യുന്ന ഒരു അമ്മ നിമിത്തമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പലപ്പോഴും ഉപദേശിക്കുന്നത് അമ്മയായിരുന്നു. അതായിരുന്നു സൂസന്ന വെസ്ലി. സൂസന്ന വെസ്ലിയുടെ സ്തോത്രം അതേ 16 ഉപദേശങ്ങൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ വായിപ്പാൻ തക്കവണ്ണം കഴിയും. അത് പറവാൻ എൻ്റെ മുൻപിൽ നേരമില്ല. സൂസന്ന വെസ്ലി പറയും സ്തോത്രം അതേ 16 ഉപദേശങ്ങൾ. അവളൊരു ഭയങ്കര മാതാവാണ്. സൂസന്ന വെസ്ലിയെ കുറിച്ച് ഇങ്ങനെയാണ് സ്തോത്രം ചരിത്രം പറയുന്നത്. സൂസന്ന വെസ്ലിയെ കുറിച്ച് പറയുന്നത് ദ മദർ ഓഫ് മെത്തഡിസ്റ്റ്. മെത്തഡിസ്റ്റ് സഭയുടെ മാതാവാണ്. സ്തോത്രം അതേ സൂസന്ന വെസ്ലി. പാശ്ചാത്യ ദേശം മുഴുവൻ സല്യൂട്ട് ചെയ്യുന്നതായ സൂസന്ന വെസ്ലി. സൂസന്ന വെസ്ലിയുടെ 16 നിയമങ്ങളിലൊന്നാണ്, കരഞ്ഞാൽ കരയുന്ന കുട്ടിക്ക് അവൾ ഒന്നും കൊടുക്കത്തില്ല. നിർബന്ധിച്ച് എനിക്ക് ഫോൺ തന്നേ പറ്റത്തുള്ളൂ, എൻ്റെ ഫോൺ പഴയതായി പോയി, എനിക്ക് പുതിയത് മേടിച്ച് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന കരയുന്ന കുട്ടിക്ക് അവൾ കൊടുക്കത്തില്ല. ഫോണിന്റെ പരിപാടിയും ആ കരയുന്ന കാര്യം മേടിച്ചു കൊടുക്കല്ല. പകരം സ്തോത്രം സൂസന്ന വെസ്ലി ഇങ്ങനെയാണ് പറയുന്നത്, ശാന്തമായി താഴ്മയോടെ ചോദിച്ച കുട്ടിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ കൺസിഡർ ചെയ്യാം, അല്ലാതെ കരയുന്ന കുട്ടിക്ക് കൊടുക്കത്തില്ല. സൂസന്ന വെസ്ലിയുടെ മറ്റൊരു സ്തോത്രം അതേ നിയമമാണ്. ആരോ എന്നെ തുറിച്ചു നോക്കി, ആരോ ഇനിമേലാൽ എന്നോട് സംസാരിക്കത്തില്ല എന്നെനിക്കറിയാം. പക്ഷേ അവൾ പറയും സ്തോത്രം അതേ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഹാരത്തിന്റെ സമയത്തിന് ഇടയ്ക്ക് വെച്ച് കുറിക്കാൻ സൂസന്ന വെസ്ലി സ്തോത്രം സമ്മതിക്കത്തില്ല. അതെ, അമ്മ വിളമ്പുന്ന ആഹാരം ആ ആഹാര സമയത്ത് മാത്രം കഴിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നോ, ഒരു രണ്ടാം റെഫ്രിജറേറ്ററായി നീ സൈഡിലോട്ട് വളരുവാൻ സൂസന്ന വെസ്ലി ഒരിക്കലും സമ്മതിക്കത്തില്ല. സൂസന്ന വെസ്ലിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, രാവിലെയും വൈകിട്ടും നിർബന്ധമായി വീട്ടിൽ ആരാധനയുണ്ട്. ആരാധനയ്ക്കും ടോട്ടലി നിർബന്ധമായും ഉണ്ടായിരിക്കണം. സൂസന്ന വെസ്ലിയുടെ മറ്റൊരു പ്രധാനപ്പെട്ടതായ അതേ സ്തോത്രം കാര്യം ആണ്, കുഞ്ഞുങ്ങൾ വടിയെ ബഹുമാനിക്കണം, വടിയെ പേടിക്കണം. ഓ കം ഓൺ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. സോ ഇങ്ങനെയുള്ള 16 കാര്യം നിങ്ങൾ ചോദിക്കും, ബ്രദർ നല്ലൊരു ഞായറാഴ്ചയായി എന്തിനാ 16 നിയമം പറഞ്ഞ് ഞങ്ങൾ അപ്സെറ്റ് ആക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചെങ്കിൽ, കർത്താവിന് പോലും 10 കൽപ്പന ഉണ്ടായിരുന്നുള്ളൂ. സൂസന്ന വെസ്ലിക്ക് 16 കൽപ്പന എന്ന് പറഞ്ഞ് നിങ്ങൾ സ്തോത്രം എന്തിനാണ് ബ്രദർ ഞങ്ങളിങ്ങനെ അപ്സെറ്റ് ആക്കുന്നത് എന്ന് ചോദിച്ചാൽ, ശക്തന്മാരായ 2 ദൈവദാസന്മാർ ഈ അമ്മയുടെ ശിക്ഷണത്തിന് കീഴിൽ വളർന്നു വന്നു. ഒന്ന് ജോൺ വെസ്ലി, മറ്റൊന്ന് ചാൾസ് വെസ്ലി. ഒന്ന് ജോൺ വെസ്ലി, am I right? ഒന്ന് ജോൺ വെസ്ലി, മറ്റൊന്ന് ചാൾസ് വെസ്ലി. ഒന്ന് ജോൺ വെസ്ലി, മറ്റൊന്ന് ചാൾസ് വെസ്ലി. അർത്ഥം ഞാൻ പറയട്ടെ, സ്തോത്രം, മണ്ണെ നീ പഴയ ഫീൽഡിൽ കിടന്നാൽ നിനക്കൊരിക്കലും പാത്രമാക്കാൻ കഴിയത്തില്ല. നീ ആ ഫീൽഡിൽ നിന്ന്, ആ വയലിൽ നിന്ന് നീ കളത്തിലേക്ക് കടന്നു വന്ന് നിന്റെ അകത്തുള്ളതായ ചപ്പും ചവറും മാറിയാൽ മാത്രമേ, നിന്റെ പഴയ കൂട്ടുകെട്ടും നിന്റെ പഴയ സ്തോത്രം അതേ വട്ടക്കളിയും മാറിയാൽ മാത്രമേ ഈ പുസ്തകം പറയുന്നു നിനക്കൊരു മാനപാത്രമാകുവാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നിന്റെ കൂടെ വർക്ക് ചെയ്തവർ, കൂടെ പഠിച്ചവർ അവരെല്ലാം കയറിപ്പോകുമ്പോൾ നീ പലപ്പോഴും ഉടഞ്ഞ പാത്രം ആയി പോകും. നീ കേൾക്കേണ്ട ദൂതാണ് ദൈവം നിന്നെ കേൾപ്പിക്കുന്നത്. സ്തോത്രം, ഇത് എന്റെ ദൂതല്ല, ഇത് കർത്താവിന്റെ ദൂതാണ്. ഇത് നിന്റെ സീസണാണ്. നീ മേലാൽ അവഹേളനത്തിലല്ല കിടക്കേണ്ടത്. നീ ഒരു മാനപാത്രമായി ടൈം വന്നിരിക്കുന്നു. ഇൻ ജീസസ് നെയിം ലെറ്റ് മീ ടെൽ യു, പഴയ വാതിലുകളും പഴയ ബന്ധങ്ങളും അടയ്ക്കപ്പെട്ടിട്ട് ഒരു പുതിയ റൂട്ടിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരികയാണ്. വിശ്വസിക്കുന്ന 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയേ. ബൈബിൾ പറയുന്നു, സ്തോത്രമായി കുശവൻ ആ കളത്തിലേക്ക് ആ സ്തോത്രം മണ്ണിനെ കൊണ്ടുവന്ന് അതിനെ ഇതാ സ്തോത്രം ശുദ്ധീകരിക്കുന്നു. അതിനെ ശുദ്ധീകരിക്കുന്ന ചപ്പ് ചവർ മാറ്റി അതിന്റെ കല്ലിനെ മാറ്റി അതിനെ ശുദ്ധീകരിക്കുന്നു. ഈ വാഗ്ദത്തം കേട്ട് കാണും, വാഗ്ദത്തം കേട്ട് കാണും. യാക്കോബേ, യാക്കോബേ, നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേലാണ്. കേൾക്കാൻ കൊള്ളാം. വാഗ്ദത്തം നീ കേട്ട് കാണും. നീ യാക്കോബല്ല, നീ ഇസ്രായേലാണ്. കളിമണ്ണാകുന്ന യാക്കോബിനെ നോക്കി ദൈവം പറഞ്ഞു, നീ യാക്കോബല്ല, നീ ഇസ്രായേലാണ്. പക്ഷെ എപ്പോഴാണ് ഈ കേട്ട വാഗ്ദത്തം അവനിൽ വെളിപ്പെട്ടത്? വാഗ്ദത്തം കേൾക്കുന്നതല്ല കാര്യം, പ്രവചനം കേൾക്കുന്നതല്ല കാര്യം. വന്ന പ്രവാചകൻ, നിന്ന പ്രവാചകൻ, പോയ പ്രവാചകൻ, ദൂത് കേൾക്കുന്നതല്ല കാര്യം. പകരം സ്തോത്രം ആ പ്രവചനം പ്രാപിക്കുന്നതാണ് കാര്യം. ആ പ്രവചനം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതാണ് കാര്യം. എത്ര പേർ ആമേൻ പറയുന്നു? കമോൺ 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 കമോൺ, ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. 100 കണക്കിന് പ്രവചനം കേട്ട് വെറുതെ ടൈം കളയുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. ദൂത് കേൾക്കുന്നതല്ല, ആ ദൂതിൽ എത്തിച്ചേരണമെങ്കിൽ നീ ക്രമീകരിക്കപ്പെട്ടാൽ മാത്രമേ അതിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. യാക്കോബിനോട് ദൈവം പറഞ്ഞു, നീ ഇസ്രായേലാണ്, നീ ഇസ്രായേലാണ്. പക്ഷെ നിന്റെ അകത്തിരിക്കുന്ന ഒരു കല്ലുണ്ട്, ഒരു വിലയേറിയ കല്ലെന്ന്. 14 വർഷം നിന്റെ ചുറ്റിക്കളിയിൽ നീ കൊണ്ട് നടന്ന നിന്റെ വിലയേറിയ കല്ല്, നിന്റെ വൈഡൂര്യമായിരിക്കാം, നിന്റെ മാണിക്യമായിരിക്കാം, നിന്റെ മരതകമായിരിക്കാം. യാക്കോബേ, ആ കല്ല് മാറിയാലേ നിനക്ക് ഇസ്രായേലാകാൻ കഴിയത്തുള്ളൂ. ആ കല്ലിന്റെ പേരാണ് റേച്ചൽ അഥവാ റാഹേൽ. ആ റേച്ചൽ എപ്പോഴാണോ യാക്കോബിൽ നിന്ന് മാറിയത്, ചെന്ന് വീട്ടിൽ പോയി വായിച്ചു നോക്കാം. 50 അധ്യായമുള്ള ഉൽപ്പത്തി. സ്തോത്രം. അതെ, ഞാൻ റെഫറൻസ് പറയത്തില്ല, HW ഹോംവർക്ക് വീട്ടിൽ പോയി വായിച്ചു നോക്ക്. എപ്പോഴാണോ റാഹേൽ എന്ന് താൻ കൊണ്ട് നടന്ന ഫസ്റ്റ് ലവ്, തൻ്റെ റേച്ചൽ എപ്പോഴാണോ തന്നിൽ നിന്ന് മാറിയത്, അപ്പോഴാണ് യാക്കോബ് ഇസ്രായേലായത്. നീ ഒരു കളിമണ്ണാണ്. സ്തോത്രം. നീ മണ്ണായി കിടക്കേണ്ടവനല്ല. നിന്നെ കുറിച്ച് ഒരു പദ്ധതി എൻ്റെ ദൈവത്തിനുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. ശുദ്ധീകരണത്തിന്റെ ദൂത് വരുമ്പോ ഈ തലമുറ മിണ്ടത്തില്ല. ഹല്ലേലൂയ. ശുദ്ധീകരണം നിന്റെ അകത്തിരിക്കുന്ന കല്ലുള്ളിടത്തോളം കാലം നിന്നി കളത്തിൽ തന്നെ കിടക്കും. ശുദ്ധീകരിക്കുകയാണ്. 3 ഇരുന്ന് ശുദ്ധീകരിക്കുകയാണ്. 7 നിന്ന് രക്തത്താൽ കഴുകണമേ, രക്തത്താൽ കഴുകണമേ, രക്തത്താൽ കഴുകണമേ. നോ, നീ ഇവിടെ ചുറ്റിക്കറങ്ങി വർഷങ്ങൾ കളയുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്കും നിന്നോട് പറയാനുള്ളത്, യു നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. സത്യം നീ അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ആയിരങ്ങൾ നിന്നെ ഓവർടേക്ക് ചെയ്തെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ ദൂതിന്റെ മുൻപിൽ നീ നിന്നെ തന്നെ ഏൽപ്പിച്ച് നിന്റെ അജണ്ടകളെ, നിന്റെ രഹസ്യങ്ങളെ, നിന്റെ പ്രോഗ്രാമിനെ അവന്റെ കയ്യിൽ കൊടുത്ത കർത്താവെ, ഇതെല്ലാം ഒന്ന് അടിച്ചു മാറ്റിയിട്ട് അങ്ങയുടെ പ്രോഗ്രാമിനെ എന്നിലൊന്ന് ഡൗൺലോഡ് ചെയ്യണമേ, അങ്ങയുടെ പ്രോഗ്രാമിനെ എന്നിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണമേ, എന്റെ പ്രോഗ്രാമിനെ ഡിലീറ്റ് ചെയ്തിട്ട് കമോൺ എന്റെ പ്രോഗ്രാമിനെ അവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങയുടെ പ്രോഗ്രാമിനാൽ എന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയുമ്പോ
I guarantee you, യേശുവിന്റെ നാമത്തിൽ 10,000 നീ ഓവർടേക്ക് ചെയ്യുവാൻ വേണ്ടി പോകുന്ന അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നമ്മുടെ വേഗത വർദ്ധിക്കണം. പെട്ടെന്ന് പറഞ്ഞേ, നമ്മുടെ വേഗത വർദ്ധിക്കണം. 10,000 നീ ഓവർടേക്ക് ചെയ്യും. അവർ വർഷങ്ങൾ ഇരുന്നിട്ട് ലഭിക്കാത്തത് നിനക്ക് ദിവസങ്ങൾ കൊണ്ട് പ്രാപിപ്പാൻ കൊണ്ട് കഴിയും. ഒരിക്കൽ കൂടെ, അവർ വർഷങ്ങൾ കൊണ്ട് അതേ നേടിയത് ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ പ്രൊഫഷനിൽ, നിന്റെ കരിയറിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. കമോൺ, കളിമണ്ണുകൾ ഇന്ന് പകൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. ചിന്താഗതികൾ മാറട്ടെ, ചിന്താഗതികൾ മാറട്ടെ. സൈഡിലിരിക്കുന്ന ചെറുക്കന്മാരോട് പറ, ചിന്താഗതികൾ മാറട്ടെ, പ്രോഗ്രാമുകൾ മാറട്ടെ, കോളുകൾ മാറട്ടെ, ലൈഫ് സ്റ്റൈൽ മാറട്ടെ, അനുഭവങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ കുറിച്ച് വലിയൊരു ഉദ്ദേശമുണ്ട്. അതനുസരിച്ച് നിന്റെ ജീവിത ശൈലി മാറട്ടെ. അവൻ ആ മണ്ണിനെ ശുദ്ധീകരിച്ച് കല്ലിനെ മാറ്റി അവൻ വെള്ളത്താൽ അതിനെ വെള്ളത്താൽ ആ മണ്ണിനെ ഇതാ കുടച്ച് എടുക്കുകയാണ്. എഫെസ്യർ 5:26 പറയുന്നു, ആ വെള്ളമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്താൽ, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ വചനത്താൽ. ഒരിക്കൽ കൂടെ, ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ വചനത്താൽ അവൻ നിന്നെ കുതിർക്കുമാറാകട്ടെ. എല്ലാ കഠിന ഹൃദയങ്ങളും ദൈവത്തിന്റെ വചനത്താൽ ഇന്ന് പകലൊന്ന് കുതിർക്കപ്പെടട്ടെ. എല്ലാ കല്ലായ ഹൃദയങ്ങൾ വിട്ടുപോകട്ടെ. എത്ര ദൂത് കേട്ടിട്ടും അലിയാതിരിക്കുന്ന, തകരാതിരിക്കുന്ന കഠിന ഹൃദയങ്ങൾ ദൈവത്തിന്റെ വചനത്താൽ ഇന്ന് പകൽക്കാലം ഒന്ന് തകർക്കപ്പെടട്ടെ. കുറച്ച് പാട്ടല്ല, നല്ലൊരു പ്രസംഗമല്ല, പകരം ഇൻ ജീസസ് നെയിം ഹല്ലേലൂയ പർവ്വതങ്ങളെ മെഴുകുപോലെ തൊട്ട് ഉരുക്കുന്നവനായ ദൈവം ഹൃദയങ്ങളെ ഒന്ന് ഉരുക്കണമേ കർത്താവേ, ഹൃദയങ്ങളെ ഉരുക്കണമേ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, വചനത്താൽ ഞങ്ങളെ നനയ്ക്കണമേ. വായി തുറന്ന് പറഞ്ഞേ, വചനത്താൽ അവിടുന്ന് ഞങ്ങളെ അതേ കുതിർക്കണമേ, നനയ്ക്കണമേ. വചനത്താൽ നനയ്ക്കണമേ. കരങ്ങളെ ചലിപ്പിച്ച് ഒരിക്കൽ കൂടെ പറഞ്ഞേ, വചനത്താൽ ഞങ്ങളെ ഒന്ന് കുതിർക്കണമേ. ആ കല്ലിനെ മാറ്റി, പച്ചിലകളെ മാറ്റി, ഉണങ്ങിയിലകളെ മാറ്റി, സ്തോത്രം, മണ്ണിനെ ശുദ്ധീകരിച്ച് കുശവനത്തിന് മുകളിൽ വെള്ളമൊഴിച്ച് അതിനിതാ കുതിർത്തിട്ട് കുശവൻ അതിൻ്റെ മുകളിൽ കയറി നിന്ന് അതിനെ ഇങ്ങനെ അതിനെ ചവിട്ടി കുഴയ്ക്കുകയാണ്. അതിനെ മണ്ണിനെ ഒഴിച്ച് അതിനെ ചവിട്ടി കുഴയ്ക്കുമ്പോൾ മണ്ണിന് നാവുണ്ടായിരുന്നെങ്കിൽ മണ്ണിങ്ങനെ പറഞ്ഞേനെ, കുറേ കാലമായി ചവിട്ടുന്നു, ഒന്ന് നിർത്തിക്കൂടെ? സ്തോത്രം, കുറേ വർഷങ്ങളായി എന്നെ ഇങ്ങനെ ഇട്ട് ചവിട്ടുന്നു, ഒന്ന് നിർത്തിക്കൂടെ? അപ്പൊ കുശവൻ എന്ത് ചെയ്യും? ഇതിനെടുത്ത് ഇങ്ങനെ ഒന്ന് നോക്കും. അവനൊരു പരുവമുണ്ട്. ഞാൻ എൻ്റെ ദൂതിൻ്റെ അർത്ഥത്തിൽ പറയട്ടെ, അവനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് പെന്തിക്കോസ് സ്റ്റാൻഡേർഡ് അല്ല, അത് മർത്തോമാ സ്റ്റാൻഡേർഡ് അല്ല, അതൊരു പാസ്റ്ററിയോ പ്രവാചകന്റെയോ സ്റ്റാൻഡേർഡ് അല്ല. നിന്നെക്കുറിച്ചുള്ള അവൻ്റെ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡിൽ നീ എത്തുന്നത് വരെയും വീണ്ടും വെള്ളമൊഴിക്കും, വീണ്ടും വചനം ഒഴിക്കും, വീണ്ടും വചനമാകുന്ന വെള്ളം നിന്റെ മേൽ കർത്താവ് ഇടും. വീണ്ടും ഇട്ട് അവനിങ്ങനെ നിന്നെ കുഴച്ചുകൊണ്ടിരിക്കും. കാരണം അവനും നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. നോക്ക്, എൻ്റെ ഉണ്ടക്കണ്ണിൽ നോക്ക്. ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്റെ പാപ്പയ്ക്ക് നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ടോ? നിന്റെ മമ്മിക്ക് നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ടോ? എനിക്കറിയത്തില്ല. നിന്റെ പാസ്റ്റർ നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ടോ? ഐ ഡോണ്ട് നോ. പക്ഷെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വലിയൊരു പ്ലാൻ നിന്നെ കുറിച്ച്, നിന്റെ തലമുറകളെ കുറിച്ച്, നിന്റെ ഭാവനത്തെ കുറിച്ച് എൻ്റെ കർത്താവിനുണ്ട്. അതുകൊണ്ട് അവന് സ്തോത്രം, അതിനെ ഇതാ ചവിട്ടി കുഴച്ചുകൊണ്ടിരിക്കുന്ന, കുഴച്ചെടുത്തതായ ആ മണ്ണിനെ, കളത്തിൽ കിടന്ന മണ്ണിനെ ശുദ്ധീകരിച്ച് അതിനെ വെള്ളമൊഴിച്ച് കുഴച്ചതിനു ശേഷം കുശവൻ അതിനെ കുഴച്ചെടുത്ത ശേഷം അതിനെ സ്തോത്രം അതേ പൊക്കിയെടുത്ത് ഒരു വീലിൽ, ഒരു ചക്രത്തിന്മേൽ അവൻ കൊണ്ടുചെന്ന് വയ്ക്കുകയാണ്. ആ ചക്രത്തിന്മേൽ വേലയ്ക്കായി സ്തോത്രം അതേ കുശവൻ ഇരിക്കുന്നു. മറക്കരുത്,
വലിയ പ്രവാചകൻ, നാഷണലി ഇന്റർനാഷണലി വളരെ പ്രസിദ്ധനായ പ്രവാചകൻ വാടച്ച് ചെവി തുറന്ന് അവനിതാ സ്തോത്രം കണ്ണ് തുറന്ന് നോക്കിയിരിക്കുകയാണ്. വാടച്ച് കണ്ണ് തുറന്ന് അവൻ നോക്കിയിരിക്കുകയാണ്. പ്രവാചകനെ ഇരമ്യാവേ, നീ ഇപ്പോൾ സ്തോത്രം സംസാരിക്കേണ്ട നേരം അല്ല, നീ ഇപ്പോൾ കണ്ട് പഠിക്കേണ്ട നേരമാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിന്റെ ബന്ധുക്കളുടെ നടുവിൽ, നിന്റെ കസിൻസിന്റെ നടുവിൽ, നിന്റെ ഫ്രണ്ട്സിന്റെ നടുവിൽ കർത്താവ് ആരെന്ന് കാണിപ്പാൻ, കർത്താവ് ആരെന്ന് കാണിപ്പാൻ നിന്നെ നിർത്തിയിരിക്കുകയാണ്. നിന്നെ നിർത്തിയിരിക്കുകയാണ്. നിന്നെ നിർത്തിയിരിക്കുകയാണ്. നിന്നെ നിർത്തിയിരിക്കുകയാണ്. നീയാണ് ഗോസ്പൽ ഹോർഡിംഗ്, നീയാണ് സ്തോത്രം സുവിശേഷ പരസ്യ പലക. നിന്നെ അവൻ നിർത്തിയിരിക്കുകയാണ്. അവർ ബൈബിൾ വായിക്കത്തില്ല, ആ ടെക്നോ പാർക്കുകാർ ബൈബിൾ വായിക്കത്തില്ല, ആ സെക്രട്ടറിയാർ ബൈബിൾ വായിക്കത്തില്ല, നിന്റെ ബന്ധുക്കൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിക്കത്തില്ല. അവർ വായിച്ചല്ല യേശുവിനെ അറിയുന്നത്. അവർ വായിച്ചല്ല അറിയുന്നത്. 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, സാനിറ്റൈസർ പിന്നെ ഉപയോഗിക്കാം. 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം നിങ്ങളെ കണ്ടവർ അറിയും. പെട്ടെന്ന് പറഞ്ഞേ, 3 പേരെ തൊട്ട് പറ, നിങ്ങളെ കണ്ടറിയും. നിങ്ങളെ കണ്ടറിയും. നിങ്ങളവർ നോക്കട്ടെ, നിങ്ങളവർ നോക്കട്ടെ, നിങ്ങളവർ കണ്ടറിയും. നിങ്ങളെ അവർ കണ്ടറിയും. നിന്റെ വീട്ടിൽ നടക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നടക്കുന്നത് അവർ കണ്ട് അറിയും. അവർ കാണുമ്പോൾ അവർ പറയും, നിന്റെ ദൈവം അരിമത്യയിലെ യോസെഫിന്റെ കല്ലറയിൽ അവൻ തീർന്നവൻ അല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ ജീവിക്കുന്നവനാണ്. അവൻ ജീവിക്കുന്നവനാണ്. അവൻ ജീവിക്കുന്നവനാണ്. അവൻ ജീവിക്കുന്നവനാണ്. അവൻ ജീവിക്കുന്നവനാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിക്കാനുള്ള സുവിശേഷമെങ്കിൽ 5-ാം സുവിശേഷമാകുന്നു നീ കാണാനുള്ള സുവിശേഷമാണ്. കർത്താവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിന്നിലൂടെ ഈ മണിക്കൂറുകളൊന്ന് വെളിപ്പെടട്ടെ. ഒരിക്കൽ കൂടെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഒരിക്കൽ കൂടെ എന്റെ കർത്താവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നാട്ടുകാർ ഒന്ന് കാണട്ടെ. എന്റെ കർത്താവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിന്നിലൂടെ നാട്ടുകാരൊന്ന് കാണട്ടെ. എന്റെ കർത്താവ് ജീവിക്കുന്നു. എന്റെ കർത്താവ് ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു എന്ന് നിന്നിലൂടെ നാട്ടുകാർ ഒന്ന് കാണട്ടെ. കാണട്ടെ, നിന്നിലൂടെ കാണട്ടെ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന്, നിന്റെ കാത്തിരിപ്പ് വൃഥാവല്ലെന്ന്, നിന്റെ ഭക്തിക്ക് പ്രയോജനമുണ്ടെന്ന് നാട്ടുകാരൊന്ന് കാണട്ടെ. ആ വീൽ കറങ്ങുന്നുണ്ട്, ആ വീൽ കറങ്ങുന്നുണ്ട്, ആ ചക്രം കറങ്ങുന്നുണ്ട്, ആ ചക്രം കറങ്ങുന്നുണ്ട്, ആ ചക്രം കറങ്ങുന്നുണ്ട്. കുറെ നാളുകളായി ആ ചക്രം കറങ്ങുന്നുണ്ട്, നാളുകളായി ആ ചക്രം കറങ്ങുന്നുണ്ട്. ഏതോ വിഷയങ്ങളിൽ സ്തോത്രമതെ നീ ചുറ്റിക്കുകയാണ്. ഏതോ വിഷയങ്ങളിൽ നീ ചുറ്റിക്കുകയാണ്. ആ ചക്രം കറങ്ങുന്നുണ്ട്, ആ ചക്രം കറങ്ങുന്നുണ്ട്. ആ ചക്രം സ്തോത്രം ഇതാ കറങ്ങുമ്പോൾ ആ ചക്രത്തിൽ നിന്ന് നീ ഒരിക്കലും തെറിച്ചു പോകല്ലേ. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും തള്ളും ഒന്ന് തെറിപ്പിക്കാൻ, സാത്താനും സ്തോത്രം സാഹചര്യവും അദ്ദേഹം നിന്നെ തള്ളും തെറിപ്പിപ്പാൻ. പക്ഷേ നമ്മൾ തെറിച്ചു പോയി. ഫീൽഡിൽ ഇല്ല എന്ന് ദുഷ്ടൻ പറഞ്ഞപ്പോൾ, അതേ ഇനി അവൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, ഇനി അവൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, അതേ ദൈവത്തിന്റെ കൃപയാൽ ആ ചക്രത്തിൽ നിന്ന് തെറിച്ചു പോകാതെ ഒരു കരം. Yes. Respond to the Holy Spirit. പരിശുദ്ധാത്മാവോട് പ്രതികരിച്ച് come on, ഒരു കരം. ഈ വെളിപ്പാട് വലുതാണ്. ഈ ദൂതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു കരം സ്തോത്രം. ഒരു കരം ഈ മണ്ണ് തെറിച്ചു പോകാതെ തൊട്ട് നിന്റെ പ്രാർത്ഥനയിൽ നിന്നും ഭക്തിയിൽ നിന്നും നിന്നെ തെറിപ്പിക്കാതെ, വിശ്വാസ മണ്ഡലത്തിൽ നിന്ന് തെറിച്ചു പോകാതെ ഒരു കരം നിന്നെ പിടിച്ചു നിർത്തി. അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഒന്ന് ഉയർത്തിയെങ്കിൽ ദയവായി. കമോൺ, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണെന്ന്. നീ വിചാരിച്ചു ഇതെല്ലാം ചുമ്മാതാണ്. നീ വിചാരിച്ചു ഇതെല്ലാം സ്തോത്രം വെറുതെയാണ്. എന്തിനിതെല്ലാം കേൾക്കുന്നു, എന്തിനിതെല്ലാം അനുഭവിക്കുന്നു, ഇതെല്ലാം നിർത്തിവെക്കാം എന്ന് നീ തീരുമാനിച്ചപ്പോഴും സ്തോത്രം ഒരു കരം പറഞ്ഞു, മക്കളെ അവരല്ല നിനക്ക് വേണ്ടി വെതൽ മുടക്കിയത്, അവരല്ല നിനക്ക് വേണ്ടി മരിച്ചത്, അവരല്ല നിനക്ക് വേണ്ടി എന്ത് ചെയ്തത്. അവർ മാറി നിന്ന് കുറ്റം പറയാനേ യവറ്റകൾക്ക് കഴിയത്തുള്ളൂ. ഞാനാണ് നിനക്ക് വേണ്ടി മുതൽ മുടക്കിയത്. ഞാനാണ് എന്റെ വിലയേറിയ രക്തം നിനക്ക് വേണ്ടി ചിന്തിയത്. നീ അവരെ വകയല്ല, നീ പബ്ലിക് പ്രോപ്പർട്ടി അല്ല, നീ എന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്.
നീ എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവൻ്റെ കരം നിന്നെ തൊട്ടു, അവൻ്റെ കരം നിന്നെ തൊട്ടു, അവൻ്റെ കരം നിന്നെ തൊട്ടു. ചുറ്റുമിരിക്കുന്ന 3 പേരെ നോക്കി സാക്ഷ്യം പറ. സാക്ഷി പറയാൻ സമയം തന്നില്ലെന്ന് ഇനി പറയണ്ടല്ലോ. 3 പേരെ നോക്കി പറ, അവൻ എന്നെ തൊട്ടു. പെട്ടെന്ന് പറഞ്ഞാട്ടെ, യേശു എന്നെ തൊട്ടു. പറ പറ പറ, യേശു എന്നെ തൊട്ടു, യേശു എന്നെ തൊട്ടു, യേശു എന്നെ തൊട്ടു. ഈ സർവീസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എപ്പോൾ ദൈവം തൊട്ടു, തൊട്ടപ്പോൾ എന്ത് നടന്നെന്ന് പറയാൻ മടിയല്ല. യേശു എന്നെ തൊട്ടു, യേശു എന്നെ തൊട്ടു. കുഷ്ഠരോഗി പറയും, സ്തോത്രം, മറ്റുള്ളവർ എന്നെ തൊടുന്നെങ്കിൽ ആ സ്പർശനം തന്നെ വലിയ വേദനിക്കുന്നതായിരിക്കും. കാരണം കുഷ്ഠരോഗി എല്ലാവർക്കും വെറുപ്പാണ്. അതുകൊണ്ട് ആരും കൈ കൊണ്ട് തൊടത്തില്ല, വേണമെങ്കിൽ കമ്പ് കൊണ്ട് കുത്തും. സ്തോത്രം. എന്നാൽ കുഷ്ഠരോഗി പറയും, എന്നാൽ യേശുവിൻ്റെ സ്പർശനം കുത്തുന്നതല്ല, വെട്ടുന്നതല്ല, പാര വയ്ക്കുന്നതല്ല. യേശു തൊട്ടാൽ കരയിപ്പിക്കുന്ന സ്പർശനമല്ല, കണ്ണുനീർ തുടയ്ക്കുന്ന സ്പർശനമാണ് സ്പർശനം. ഓ കമാൻ തൊടും കർത്താവേ, തൊടും കർത്താവേ. ആർക്കോ ഇന്ന് പകൽ അങ്ങയുടെ സ്പർശനം ആവശ്യം. തൊടും കർത്താവേ, തൊടും കർത്താവേ, തൊടും കർത്താവേ, തൊടും കർത്താവേ, തൊടും കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ. അതെ, മറ്റുള്ളവർ നിന്നെ തൊട്ട് നീ വേദനിച്ചു എങ്കിൽ, മറ്റുള്ളവർ തൊട്ട്, വൈദ്യൻ തൊട്ടപ്പോൾ സ്തോത്രം വേദനിച്ചു. ഞാൻ ഓർക്കുന്നു, എൻ്റെ വലത് കാല് ഡിസ്ലൊക്കേറ്റ് ആയത് ആംഗിൾ വർഷങ്ങൾക്ക് മുമ്പ് തിരുനെൽവേലി ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഒരു കുഴി ചാടിക്കയറുമ്പോൾ 1999 ഈ അടുത്ത കാലത്ത് സ്തോത്രം, അതേ കാലിങ്ങനെ തിരിഞ്ഞുപോയി. ഒരു വൈദ്യൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. 4-5 പേരെ പിടിക്കാനുണ്ടായിരുന്നു, പക്ഷെ അവരാരും പിടിക്കേണ്ടി വന്നില്ല. നമ്മൾ വെച്ചു കൊടുത്തു. സ്തോത്രം. പിടിച്ചിട്ടോ, വൈദ്യൻ പിടിച്ചിട്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വലിയപ്പച്ചൻ പിടിച്ചിടുന്ന കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പം പിടിച്ചിടുന്ന കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ 100 ആൾക്കാർക്ക് ഇങ്ങനെ തെന്നിപ്പോയത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുത്തൻ പിടിക്കാതെ പിടിച്ചിട്ടോ എന്ന് ആരും പിടിക്കാതെ വെച്ച് എന്ന ഒരുത്തനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞോടോ വൈദ്യരെ, സ്തോത്രം, എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ മനസ്സിൽ ഞാൻ അനുഭവിക്കുന്ന 100 മടങ്ങ് വേദനയാണ്. അതുകൊണ്ട് ഈ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് ഒന്നുമല്ല. ഇന്ന് പകൽക്കാലം നിൻ്റെ ബോഡിയിൽ നീ അനുഭവിക്കുന്നതിനേക്കാൾ തിളച്ച് മറിയുന്ന ലാവാ പ്രവാഹം നിൻ്റെ അകത്തുണ്ടെങ്കിൽ, യേശു നിന്നെ തൊടുന്നത് പുറത്ത് മാത്രമല്ല, നിന്റെ അകത്തും ആശ്വാസമായി തീരുവാൻ വേണ്ടി പോകുന്നു. ഒന്ന് തൊടണമേ കർത്താവേ, ഒന്ന് തൊടണമേ. കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ടു, അവൻ ശുദ്ധിയുള്ളതായി തീർന്ന. ഇന്ന് പകൽക്കാലം വെറുപ്പ് മാറട്ടെ, അറപ്പ് മാറട്ടെ. യേശു തൊട്ടാൽ സ്തോത്രം അകറ്റി നിർത്തുന്ന സമൂഹം നിന്നെ ഉൾക്കൊള്ളും. ഇൻ ജീസസ് നെയിം നിന്റെ അവസ്ഥ മാറ്റുവാൻ യേശു നിന്നെ തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. ഗെറ്റ് റെഡി, ഒരുങ്ങിക്കോ. ഈ ദൂത് എഴുതിയിട് നിന്റെ ഡയറിയിൽ. ഈ ദൂത് കഴിഞ്ഞിട്ട്, ഈ പ്രസംഗം കഴിഞ്ഞ്, ഈ സഭായം കഴിഞ്ഞ് വീട്ടിൽ പോയി എഴുതിയിടണം. എൻ്റെ ദൈവദാസൻ എന്നെ നോക്കി പറഞ്ഞു, എന്നെ അകറ്റി നിർത്തുന്നവർ എന്നെ തേടി വരുന്നതായ ദിവസങ്ങൾ. ഓ കമാൻ, ഓ ഗ്ലോറി. നിന്നെ അകറ്റി നിർത്തിയവർ നിന്നെ തേടി വരുവാൻ പോകുന്നു. നിന്റെ കോളിംഗ് ബെൽ ഈ ദിവസങ്ങൾ അടിക്കേ. നിന്റെ ഫോൺ കൂടെ നോക്കണേ. യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അകറ്റി നിർത്തിയവർ നിന്നെ തേടി വരുവാൻ വേണ്ടി പോകുന്നു. കാരണം തൊടേണ്ടവരെ കർത്താവ് തൊടുന്നു. ആരോ ഇന്ന് പകൽക്കാലം പറയുമായിരിക്കും, ഞാനിതാ മുങ്ങുകയാണ്, ഞാൻ ഇനി പൊങ്ങത്തില്ല, തിരമാല അനവധിയാണ്, കൊടുങ്കാറ്റ് ഭയങ്കരമാണ്. എന്നാൽ പത്രോസ് പറയുന്നു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പേൻ. ഇന്ന് പകൽക്കാലം മുങ്ങി എന്ന് പറയുന്ന ബിസിനസ്സുകാരെ, തകർന്നു എന്ന് പറയുന്നവരെ, ആണിപ്പടുത്തുള്ള ഒരു കരത്താൽ യേശു തൊട്ട് അവനിതാ ഉയർത്തുവാൻ വേണ്ടി പോകുന്ന യേശുവിന്റെ നാമത്തിൽ. നവംബർ ഡിസംബർ നിന്റെ താഴ്ചയുടെ മാസമല്ല, സൂപ്പർ നാച്ചുറലായ ഈ കൊടുങ്കാറ്റിന്റെ തിരമാലയുടെ നടുവിൽ നിന്റെ ഉയർച്ചയുടെ സീസണാണ്. യേശുവിന്റെ നാമത്തിൽ യേശു തൊടട്ടെ, യേശു തൊടട്ടെ, യേശു തൊടട്ടെ. യേശു തൊട്ടാൽ അകറ്റി നിർത്തിയവർ നിന്നെ അംഗീകരിക്കുന്നുവെന്ന്, യേശു തൊട്ടാൽ നീ ഉയർത്തപ്പെടുന്നുവെന്ന്. ഓ, ദൈവത്തിന്റെ കരം ഏലിയാവിന്റെ മേൽ കടന്നു വന്നപ്പോൾ ആഹാബിന്റെ രഥത്തിന് മുൻപായി അവൻ ഓടി. യേശുവിന്റെ നാമത്തിൽ മത്സരികളെ അമ്പരിപ്പിച്ചുകൊണ്ട്, അസൂയക്കാരെ അമ്പരിപ്പിച്ചുകൊണ്ട്, അണ്ടർലൈൻ ചെയ്ത് പറയുക, അസൂയ കണ്ണുകളെ അമ്പരിപ്പിച്ചുകൊണ്ട് നിനക്കൊരു മുന്നേറ്റം, ഇതാ സ്തോത്രം, മുന്നേറ്റം കർത്താവ് നൽകുവാൻ വേണ്ടി പോകുന്ന യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വായു തുറന്ന് പറഞ്ഞാട്ടെ, മുന്നേറ്റം പറഞ്ഞാട്ടെ ശക്തിയോടെ.
കേട്ടില്ല, ഒരിക്കൽ കൂടെ മുന്നേറ്റം ഉണ്ടാകുവാൻ പോകുന്നു. കാരണം യേശു നിന്നെ തൊടുകയാണ്. ചുറ്റുന്നതായ കറങ്ങുന്നതായ ചക്രത്തിന്റെ നടുവിൽ ഇതാ സ്തോത്രം, ആ നല്ലവനായ കുശവൻ ആ പാത്രത്തെ ഇതാ ഉളവാക്കി അതിനെ തൊട്ട് 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 അവൻ ഇതാ സ്തോത്രം അതിനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പാത്രം ഇതാ ഉരുവായിക്കൊണ്ടിരിക്കുകയാണ്. ആ പാത്രം ഇതാ ഉയരുകയാണ്. എന്റെ ഷേപ്പ് നിങ്ങൾക്കിപ്പോൾ കാണാം, എന്റെ ആകൃതി നിങ്ങൾക്കിപ്പോൾ കാണാം, ജീവിതം നിങ്ങൾക്കിപ്പോൾ കാണാം, ജീവിതത്തിന്റെ പരിതസ്ഥിതി നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ജീവിതത്തിന്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായി. ഓഹോ, ഇങ്ങനെയായിരിക്കും എന്റെ ജീവിതം, ഇങ്ങനെയായിരിക്കും എന്റെ അവസ്ഥ, ഇങ്ങനെയായിരിക്കും എന്റെ ഭാവി. 5 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയായിരിക്കും. ആ ചക്രത്തിൽ സ്തോത്രം അധിക പാത്രം ഇതാ ഉളവായി വരുന്നു. യിരെമ്യാവ് നോക്കുമ്പോൾ ആ പാത്രം ഇതാ ഉളവായി വരുന്നു. ആ പാത്രം ഇതാ ഉളവായി വരുമ്പോൾ ഏകദേശം കിട്ടിപ്പോയി എന്ന് പറയുമ്പോൾ, ഏകദേശം ആയിപ്പോയി എന്ന് പറയുമ്പോൾ, ഇങ്ങനെ തന്നെ ജീവിതം, ഇത് തന്നെ ശുശ്രൂഷ, ഇത് തന്നെ ലൈഫ്, ഇത് തന്നെ എന്റെ കരിയർ എന്ന് പറഞ്ഞ് നീ ചിന്തിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു കാര്യം നടന്നു. ആ പാത്രം ചീത്തയായി പോയി. ആ പാത്രം ചീത്തയായി പോയി. ആ പാത്രം ചീത്തയായി പോയി. ആ പാത്രം ചീത്തയായി പോയി. ജീവിതത്തിന്റെ പാത്രം ഉടയ്ക്കപ്പെട്ടു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ചലിപ്പിച്ചാടെ. ജീവിതത്തിൻ്റെ പാത്രം എപ്പോഴെങ്കിലും പ്രതീക്ഷകൾ ഉടഞ്ഞു എന്ന് പറയുന്നവർ മാത്രം അങ്ങനെ കൈ കാണിച്ചാൽ പ്രൈവറ്റ് ബസ് പോലും നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്നായി നാണം കെടാതെ ജീവിതത്തിൻ്റെ പാത്രങ്ങൾ ഇൻ ജീസസ് നെ സ്തോത്രം. ആ പാത്രം ഉടയാതെ ഇരുന്നെങ്കിൽ നീ ഇന്ന് ഇവിടെ വരത്തില്ലായിരുന്നു. ആ പാത്രം ഉടയാതിരുന്നെങ്കിൽ നീ ലെവലിൽ കാണത്തില്ലായിരുന്നു. കമോൺ, റോങ് പീപ്പിൾ. വേറെ എവിടെയെങ്കിലും പ്രസംഗിക്കാം. കമോൺ, എവർക്ക് മനസ്സിലായില്ല. നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിരുന്നു എങ്കിൽ ഈ ലെവലിൽ നീ കയറി വരത്തില്ലായിരുന്നു. നീ വിചാരിക്കാത്ത പല തകർച്ചകൾ വന്നതുകൊണ്ടാണ് ഈ വിധത്തിൽ നീ വന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ നീ കണ്ടു എങ്കിൽ കൂടിളക്കി പറക്കുവാനായി നിന്നെ അഭ്യസിപ്പിക്കുന്നവനായ തമ്പുരാൻ പറയുന്നു, മകളെ, നിന്നെക്കുറിച്ചൊരു ഭയങ്കര ചരിത്രം എനിക്ക് പുറത്തെടുക്കുവാനുണ്ട്. ജീവിതം ഉടയ്ക്കപ്പെട്ടപ്പോൾ, ആ പാത്രം ഉടയ്ക്കപ്പെട്ടപ്പോൾ യിരെമ്യാവ് ഞെട്ടി. യിരെമ്യാവ് വിചാരിച്ചത് സ്തോത്രമെല്ലാം നേടിയെന്നാണ്. യിരെമ്യാവ് വിചാരിച്ചത് ആ പാത്രമെല്ലാം ശരിയായി. യിരെമ്യാവ് വിചാരിച്ചത് സെറ്റിലായെന്നാണ്. നിങ്ങൾ പലരും പറഞ്ഞ വാക്കാണിത്, സെറ്റിലായി. ഇങ്ങനെയൊക്കെ പോയാൽ മതി, സംഭവം സെറ്റിലായി. ഇങ്ങനെയൊക്കെ വന്നാൽ മതി, ലൈഫ് സെറ്റിലായി. ഇങ്ങനെയൊക്കെ ആയാൽ മതി, അതിൻ്റെ പലിശ കൊണ്ട് നമുക്ക് ജീവിക്കാം. ലൈഫ് സെറ്റിലായി. ഇങ്ങനെയൊക്കെ നോക്കിയാൽ മതി, സ്തോത്രം, ലൈഫ് സെറ്റിലായി. ബട്ട് ദർ വാസ് എ ഡിസാസ്റ്റർ ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്സ്. കോഫി എടുത്ത് അല്ലെങ്കിൽ ചായ എടുത്ത് ചുണ്ടിനോട് അടുപ്പിക്കുമ്പോൾ കപ്പിനും ലിപ്സിനും ഇടയ്ക്ക്, ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് പെട്ടെന്നൊരു ഈച്ച വീണതുപോലെ പെട്ടെന്ന് ആ പാത്രം ചീത്തയായി പോയി. പെട്ടെന്ന് ആ പാത്രം ചീത്തയായി പോയി. പെട്ടെന്ന് ആ പാത്രം ചീത്തയായി പോയി. കൗൺസിലിങ്ങിന് വരുമ്പോൾ പലരും ചോദിക്കും, ബ്രദർ പറ, എന്തുകൊണ്ടാ അത് ചീത്തയായി പോയേ? ബ്രദർ പറ, എന്തുകൊണ്ടാ ലൈഫ് അങ്ങനെ ഉടഞ്ഞു പോയേ? അല്ലെങ്കിൽ പാസ്റ്റർ പറ, ബ്രദർ പറ, എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ അങ്ങനെ തകിടം മറിഞ്ഞ്? നന്നായി പഠിച്ചു, സർട്ടിഫിക്കറ്റ് എല്ലാം അട്ടിക്ക് വെച്ചേക്കുക, പക്ഷേ ഒന്നുമായില്ല. എന്തുകൊണ്ടാ ആ പാത്രം അങ്ങനെ ഉടയ്ക്കപ്പെട്ടത്? എന്തുകൊണ്ട്? ഈ പുസ്തകത്തിലുള്ള ഭക്തന്മാർ പലരും ചോദിച്ചു, എന്തുകൊണ്ട്? എല്ലാം കിട്ടിയെന്നാണ് വിചാരിച്ച്. സ്കൂളിൽ കോളേജിൽ പഠിച്ചപ്പോൾ വിചാരിച്ചത് എവറിത്തിങ് ഈസ് ഓക്കെ, വളരെ നന്നായിരിക്കുന്നു. പക്ഷേ ലേറ്റർ ഓൺ ആ പാത്രം പെട്ടെന്ന് ചീത്തയായിപ്പോയി. പാത്രം. കമാൺ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേരോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സംസാരിക്കുന്നുണ്ട്? കമാൺ, ഹല്ലേലൂയ, യെസ്, ഹല്ലേലൂയ, താങ്ക് യു. അങ്ങനെയെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കും ഞാൻ റോങ് മെസ്സേജും കൊണ്ടല്ല ഇന്ന് പകൽ ഇങ്ങോട്ട് വന്നതുണ്ട്. കമാൺ, ഇന്ന് പകൽ നിങ്ങളങ്ങനെ മിണ്ടാതിരുന്നാൽ മതി. പക്ഷേ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാപ്പിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം കർത്താവിൻ്റെ കൃപയാൽ ഞാൻ അനുഭവിക്കുന്നു. യെസ്. ജീവിതം സ്തോത്രം. ആ പാത്രം ചീത്തയായി. ആ പാത്രം ചീത്തയാകുന്നതിന് രമേശ് ബ്രദറെ, നീ
ഇന്ന് ഗൾഫിൽ ഇരുന്നേനെ. പക്ഷേ ഹല്ലേലൂയ, പാത്രം ഉടഞ്ഞത് കൊണ്ടാണ് വേറെ ഏതോ പട്ടണങ്ങളിൽ ഇരിക്കാതെ നിങ്ങൾ ഈ പട്ടണത്തിൽ വന്നത്. പാത്രം ഉടഞ്ഞത് കൊണ്ടാണ് വിചാരിക്കാത്ത രീതിയിലുള്ള ടേണിംഗ് പോയിന്റ്. ഈവൻ എൻ്റെ മുൻപിലിരിക്കുന്നവർ മരണം പോലും കണ്ടവരുണ്ട്, നഷ്ടങ്ങൾ കണ്ടവരുണ്ട്. പ്രിയപ്പെട്ടവർ, വൈകല്യം വന്നവരെ ഞാൻ ഇന്ന് പകൽ കാണുന്നു. നിലവിളി പൊങ്ങിയവരുണ്ട്. പാത്രം ചീത്തയായപ്പോൾ സ്തോത്രം, ഇരമ്യാവ് മിണ്ടാൻ അനുവാദമില്ല. പക്ഷേ ഹൃദയത്തിൽ ഒരു ചിഹ്നം ഉയർന്നു. അത് താമര ചിഹ്നമല്ല, അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നമല്ല, അത് കൈപ്പത്തി എന്ന ചിഹ്നമല്ല, അത് രണ്ടിലെയ ചിഹ്നമല്ല, അങ്ങനെയുള്ള ഒരു ചിഹ്നമല്ല. അവൻ്റെ ഹൃദയത്തിൽ പാത്രം ചീത്തയായപ്പോൾ മറ്റൊരു ചിഹ്നം ഉയർന്നു. അത് ചോദ്യചിഹ്നമാണ്. ഏറ്റവും വലിയ ചിഹ്നം ചോദ്യചിഹ്നം. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞേ. ലൈഫിൻ്റെ ഏറ്റവും വലിയ ചിഹ്നം ചോദ്യചിഹ്നം. ആ ചോദ്യചിഹ്നം വൈ, എന്തുകൊണ്ടാണ് ഈ പാത്രം ഇങ്ങനെ ചീത്തയായി പോയത്? ബൈബിളിൽ നിങ്ങൾ നോക്കുമ്പോൾ സ്തോത്രം, അതേ പ്രാർത്ഥിച്ചവർ, യാഗം കഴിച്ചവർ അഥവാ ആരാധിച്ചവർ, നിഷ്കളങ്കരായി നടന്നവർ, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നവർ, അവർ പോലും ഉടയ്ക്കപ്പെട്ട പാത്രമായപ്പോൾ അവർ പോലും ചോദിച്ചു പോയി, എന്തുകൊണ്ടാണ്? പ്രവാചകനല്ല, പാസ്റ്ററല്ല, വിശ്വാസികളല്ല, സ്നേഹിതരല്ല, ദൈവം തന്നെ ഒരുവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ളതായ ഒരു മനുഷ്യനുണ്ട്. അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്. പക്ഷേ അവന് മുഴുവൻ നഷ്ടപ്പെട്ടു, ജീവൻ ഒഴികെ മുഴുവൻ പോയി. ഇന്ന് പകൽക്കാലം ഏതോ കുഞ്ഞിനെ നോക്കി അമ്മ ചോദിക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ട്? ഏതോ ജീവിതത്തിൻ്റെ അവസ്ഥകൾ നോക്കി പലരും ചോദിക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? യോബ് പറയുന്നു, സ്തോത്രം, ദൈവത്തെ കണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? കാട്ടിൽ ചെല്ലിനെ പോലെ ജീവിച്ച് കാട്ടിൽ പോരാട്ടങ്ങളെ മേൽ പോരാട്ടം കണ്ട് ശൗനലാൽ വേട്ടയാടപ്പെട്ട് ദാവീദ് കൊട്ടാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ സങ്കീർത്തനം 3 സ്തോത്രം, അബ്ശലോമിനാൽ അവൻ കൊട്ടാരം വിട്ട് വീണ്ടും കാട്ടിലേക്ക് ഓടുമ്പോൾ എന്നെ വഴിയിൽ വെച്ച് കണ്ടെങ്കിൽ ദാവീദ് ചോദിച്ചേനെ. ഞാൻ വിചാരിച്ചു കൊട്ടാരത്തിൽ കയറിയാൽ പിന്നെ പുറത്ത് വരണ്ടെന്നാണ്. പക്ഷെ കൊട്ടാരത്തിൽ കയറിയപ്പോൾ ഇപ്പോൾ ഇതാ ഞാൻ വീണ്ടും കാട്ടിലേക്ക് പലായനം ചെയ്യുന്നു. പഴയ കാട്ടിലേക്ക് ഞാൻ വീണ്ടും പലായനം ചെയ്യുന്നു. പഴയ കാര്യങ്ങളിലേക്ക്, പഴയ ഭീഷണിയിലേക്ക് ഞാൻ വീണ്ടും ഓടുന്നു. എന്തുകൊണ്ട്? യോബിനോട് പറവാൻ എനിക്ക് ഉത്തരമില്ല. ഐ ഡോണ്ട് നോ യോബേ, എനിക്കറിയത്തില്ല യോബേ. ദാവീദേ, എനിക്കറിയത്തില്ല. റിയലി എനിക്കറിയത്തില്ല. എൻ്റെ 2 ചെവിയുടെ ഇടയിലുള്ളതാ ഈ ബ്രെയിൻ കൊണ്ട് ചിന്തിച്ചാൽ ഐ ഡോണ്ട് ഹാവ് എനി ആൻസർ. എനിക്കതിന് ഉത്തരമില്ല. എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പൗലോസിന് പ്രൈവറ്റ് അജണ്ടാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രൈവറ്റായിട്ട് ഒരു അജണ്ടയും ഇല്ല. ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, റോമിൽ പോയി എങ്ങനെയെങ്കിലും കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്ന് പറയുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞ് ആ കപ്പലിൽ കയറി അവൻ മുന്നോട്ട് പോകുമ്പോൾ 2 ആഴ്ച പമ്പരം കറങ്ങുന്നത് പോലെ ഈശാനമൂലയിൽ ആ കപ്പൽ കിടന്ന് സ്തോത്രം അതേ കറങ്ങുമ്പോൾ വെളിച്ചത്തിൻ്റെ ചെറിയൊരു കണിക പോലും ഇല്ലാതിരിക്കുമ്പോൾ മേ ബി ആ കപ്പലിൽ നീയോ ഞാനോ ഉണ്ടെങ്കിൽ പൗലോസ് പോലും ചിലപ്പോൾ ചോദിച്ചു കാണും, സ്തോത്രം, എന്തുകൊണ്ട് എനിക്ക് മാത്രം? ഈ കപ്പലിന് മാത്രം എന്താ കാര്യം? ഈ കപ്പലിന് മാത്രം എന്താ? പ്രാർത്ഥിക്കുന്നവൻ്റെ കപ്പൽ, പ്രാർത്ഥിക്കുന്നവൻ്റെ സിംഹാസനം, പ്രാർത്ഥിക്കുന്നവൻ്റെ കൊട്ടാരം, പ്രാർത്ഥിക്കുന്നവൻ്റെ സമ്പത്ത്, ദൈവഭക്തൻ്റെ ജീവിതം, സ്തോത്രം, ജാതികൾ പോലും വളരെ നന്നായി ജീവിക്കുന്നു. ദൈവമില്ലാത്തവൻ പോലും ഈ തകർച്ചയില്ല. പ്രാർത്ഥിക്കാത്തവൻ, കർത്താവില്ലാത്തവൻ, രക്ഷിക്കപ്പെടാത്തവൻ, സ്നാനപ്പെടാത്തവൻ, അന്യഭാഷ പറയാത്തവൻ, അവനോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ വായി, എന്തുകൊണ്ട് എൻ്റെ പാത്രം മാത്രം ഇങ്ങനെ ചീത്തയായിപ്പോയി? എൻ്റെ പാത്രം മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ചീത്തയായിപ്പോയി? ഞാൻ മാത്രം എന്തുകൊണ്ട് ചീത്തയായിപ്പോയി? ആ പാത്രം ചീത്തയാകുമ്പോൾ, ഡിസാസ്റ്ററുകൾ കടന്നു വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ കണ്ടു നിൽക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി അറിയാത്തവർ പറയും, സ്തോത്രം, അവനെ മറന്നു കളഞ്ഞേരെ, ആ വീടിനെ മറന്നു കളഞ്ഞേരെ, ഇനിയൊരു റിക്കവറി ഇല്ല, ഇനിയൊരു തിരിച്ചു വരവില്ല. പുള്ളി പോയി, ഇനി അവൻ പൊങ്ങത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ആരൊക്കെ പറഞ്ഞു നീ പൊങ്ങത്തില്ലെന്ന്,
ആരൊക്കെ പറഞ്ഞു നിനക്കൊരു എഴുന്നേറ്റം ഇല്ലെന്ന്? ഞാൻ പറഞ്ഞിട്ട് വേണ്ട, മലയാളമായി പോയി, സോറി. ആരൊക്കെ പറഞ്ഞു നിനക്കൊരു തിരിച്ചു വരവ് ഇല്ല എന്ന്? എവിടെയാണോ നീ പൊളിഞ്ഞു കിടക്കുന്നത്? ഞാൻ കണ്ടതായ കാര്യം, റിയലി ഞാൻ കണ്ടതായ കാര്യം, സ്തോത്രം കേൾക്കണം, ദൈവദാസങ്ങൾ കേൾക്കണം. ആ പാത്രം ചീത്തയായി പോയപ്പോ യിരെമ്യാവ് നോക്കിയാണ്, പാത്രം ചീത്തയായിപ്പോയി, പാത്രം ചീത്തയായിപ്പോയി, പാത്രം പൊട്ടിക്കിടക്കാണ്. പക്ഷെ ഞാൻ കണ്ടത്, യിരെമ്യാവിലൂടെ ഞാൻ കണ്ടത്, ആ കുശവൻ ഫ്രസ്ട്രേറ്റഡ് ആയില്ല. ഓ കമാൺ, ഒരിക്കൽ കൂടെ. ആ കുശവൻ ഇറിറ്റേറ്റഡ് ആയില്ല, ആ കുശവൻ ഫ്രസ്ട്രേറ്റഡ് ആയില്ല, ആ കുശവൻ നിരാശനായില്ല, ആ കുശവൻ നിരാശനായില്ല. പല സമയത്തും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നമുക്ക് ചൊറിയും, നമ്മൾ ഫ്രസ്ട്രേറ്റ്. എന്നാൽ പല സമയത്തും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങ് നിരാശരാകും. നമ്മൾ ചർച്ചിൽ വരുന്നത് നിർത്തും, നമ്മൾ പ്രാർത്ഥനയെല്ലാം മാറ്റി നിർത്തും. എന്നാൽ എൻ്റെ ബൈബിളിൽ ഞാൻ കണ്ടത്, ആ പാത്രം ചീത്തയായി പോയപ്പോ, ആ പാത്രം ചീത്തയായി പോയപ്പോ ആ കുശവൻ നിരാശനായില്ല, അവൻ വീണ്ടും തന്റെ പണി തുടരുകയാണ്. ഇന്ന് പകൽക്കാലം 101 പ്രാവശ്യം നീ തകർന്നാല്, 101 പ്രാവശ്യം നീ ഉടഞ്ഞാലും നിന്റെ കുശവൻ, ഓ കമാൺ, നിന്റെ കുശവൻ, നിന്റെ കുശവൻ, നിന്റെ കുശവൻ, നിന്റെ കുശവൻ നിന്നിൽ നിന്ന് കൈ മാറ്റുന്നില്ല. അവൻ ഫ്രസ്ട്രേറ്റഡ് അല്ല, അവൻ ഇറിറ്റേറ്റഡ് അല്ല. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എല്ലാ ഇറിറ്റേഷനും പുറത്തു പോകട്ടെ, എല്ലാം നിരാശകൾ പുറത്തു പോകട്ടെ. കമാൺ കമാൺ കമാൺ. കേട്ടില്ല കേട്ടില്ല, നിനക്കുള്ളതാ ഞാൻ പറയുന്നത്. ഇന്ന് പകൽ എല്ലാം നിരാശകൾ പുറത്തു പോകട്ടെ, എല്ലാ ചോദ്യങ്ങൾ പുറത്തു പോകട്ടെ, ചോദ്യങ്ങൾ പുറത്തു പോകട്ടെ. അടുത്ത പണിക്ക് സമയമായി, അടുത്ത പണിക്ക് സമയമായി, അടുത്ത പണി തുടങ്ങുവാൻ എല്ലാം നിരാശകൾ പുറത്തു പോകട്ടെ, എല്ലാ ചോദ്യങ്ങൾ പുറത്തു പോകട്ടെ, എല്ലാ ചോദ്യങ്ങൾ പുറത്തു പോകട്ടെ, എല്ലാ ചോദ്യങ്ങൾ പുറത്തു പോകട്ടെ. ചോദ്യം ചോദിക്കുന്നു നിർത്ത്, നിരാശകൾ നിർത്ത്, ഹല്ലേലൂയ, ചൊറിച്ചൽ നിർത്ത്, ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും നിർത്ത്, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മൾ ഇത് നിർത്തിയാലേ അത് അടുത്തത് തുടങ്ങത്തുള്ളൂ. പെട്ടെന്ന് പറ, നമ്മളിത് നിർത്തിയാലേ അടുത്തത് തുടങ്ങത്തുള്ളൂ, നമ്മളിത് നിർത്തിയാലേ സ്തോത്രം ഇത് അടുത്തത് തുടങ്ങത്തുള്ളൂ. ലോകത്തിന്റെ കുഴപ്പമെന്ന് പറയുന്നത് തന്നെ അത് പൊളിഞ്ഞ ആര് കാരണം സ്തോത്രം എന്ന് ചോദിക്കുന്നതായ സമൂഹം. എക്സ്ക്യൂസ് മീ, പന്തളംകാർക്ക് എന്റെ മലയാളം മനസ്സിലായില്ല, ഇത് വേറെ വേർഷനാണ്. സ്തോത്രം ഇങ്ങനെ പറഞ്ഞാലേ ഇവിടെ ഇരിക്കുന്നവരെ കണ്ണ് തുറക്കത്തുള്ളൂ. അതുകൊണ്ടാണ് സ്തോത്രം ഒരു തകർച്ച വരുമ്പോ ജനം അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക. ജനം ചോദിക്കും, അവന്റെ കുഴപ്പമാണോ, മറ്റവരെ കുഴപ്പമാണോ, അവളെ കുഴപ്പമാണോ, വേറുള്ളവന്റെ കുഴപ്പമാണോ? എന്നാ തമ്പുരാൻ പറയുന്നു, ഇതാരെ കുഴപ്പമായാല് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനത്രേ. കമാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനത്രേ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനത്രേ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽക്കാലം ഒരു കളി ഇവിടെ നിന്നാൽ മാത്രമേ അടുത്ത പ്രവൃത്തി ആരംഭിക്കത്തുള്ളൂ. ഒരു കളി ഇന്ന് പകൽ ഇവിടെ നിൽക്കണം, ഒരു ചുറ്റിക്കളി ഇന്ന് പകൽ ഇവിടെ നിൽക്കണം. ആ കളിയുടെ പേരാണ് ബ്ലെയിം ഗെയിം, ആ കളിയുടെ പേരാണ് ബ്ലെയിം ഗെയിം, ആ കളിയുടെ പേരാണ് ബ്ലെയിം ഗെയിം, ആ കളിയുടെ പേരാണ് സ്തോത്രം, അത് ബ്ലെയിമിംഗ്, അധിക്ഷേപം ചെയ്യുന്നത്, പഴി പറയുന്നത്. അവര് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്, മറ്റവര് കാരണമാണ് ഞാൻ ഇങ്ങനെ വന്നത്, മറ്റവര് കാരണമാണ് ഇങ്ങനെ വന്നത്. സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ഞാൻ വെല്ലുവിളിച്ചു പറയട്ടെ, ആരൊക്കെ വിചാരിച്ചാലും നിന്നെ പൊളിച്ചിടുവാൻ കഴിയത്തില്ല. കമാൻ 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 കമാൻ. ആരൊക്കെ വിചാരിച്ചാലും അകന്ന് നിന്നവരാകട്ടെ, അടുത്ത് നിൽക്കുന്നവരാകട്ടെ, അകന്ന് നിൽക്കുന്നവരാകട്ടെ, അടുത്ത് നിൽക്കുന്നവരാകട്ടെ, ശത്രുക്കളാകട്ടെ, മിത്രങ്ങളാകട്ടെ, കൂടെ ഇരിക്കുന്നവരാകട്ടെ, കൂടെ വിട്ടവരാകട്ടെ, ആരൊക്കെ വിചാരിച്ചാലും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. മിണ്ടുന്നില്ലല്ലോ, മിണ്ടുന്നില്ലല്ലോ, മിണ്ടുന്നില്ലല്ലോ. ചെന്ന് പറഞ്ഞേരെ, ഫേസ്ബുക്കിലൂടെ പറഞ്ഞേരെ, ഈ വിശുദ്ധ പുസ്തകം എടുത്ത് ദൈവകൃപയാൽ ഈ 31-ാം തീയതി ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് അനുകൂലം എങ്കിൽ, കമാൻ, ദൈവം നിനക്ക് അനുകൂലം എങ്കിൽ ആരൊക്കെ വിളിച്ചാലും ആരൊക്കെ വിചാരിച്ചാലും നിന്നെ പൊളിച്ചിടുവാൻ കഴിയത്തേയില്ല. ഹല്ലേലൂയ.
യേശുവിന്റെ നാമത്തിൽ. കാരണം സ്തോത്രം, ആ കുശവൻ ആ പൊളഞ്ഞു കിടക്കുന്നതായ അതിൽ അവൻ ഇറിറ്റേറ്റഡ് ആയില്ല, അവൻ ഫ്രസ്ട്രേറ്റഡ് ആയില്ല. അവൻ ആ സ്തോത്രം, അവനൊരു പ്ലാൻ ഉണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവനിതാ ക്രൂശിൽ തകർന്നു കിടന്ന് അമ്മ മറിയയ്ക്ക് പോലും ഇവൻ മനുഷ്യനെന്ന് പുരുഷനെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ക്രമത്തിൽ തകർന്നു കിടക്കുമ്പോൾ, സ്തോത്രം, അതെ, തകർന്നു കിടക്കുമ്പോൾ ഓ അവൻ ആ യൂദ നിമിത്തം ഞാൻ തകർന്നു, ഓ പത്രോസ് നിമിത്തം അവൻ എന്നെ തള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ തകർന്നു, അല്ലെങ്കിൽ യഹൂദന്മാർ നിമിത്തം ഞാൻ തകർന്നു. നോ 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 നോ, അവൻ ആരെയും പഴിച്ചില്ല. പകരവൻ പറഞ്ഞത് അടുത്ത പണിക്ക് നേരമായതുകൊണ്ട്, അടുത്ത പണിക്ക് നേരമായതുകൊണ്ട് ഞാൻ വീണ്ടും പറയൂ, അടുത്ത ചാപ്റ്റർ തുടങ്ങാൻ നേരമായതുകൊണ്ട്, അടുത്ത ജീവിതത്തിന്റെ അധ്യായം തുടങ്ങാൻ നേരമായതുകൊണ്ട്, വീണ്ടും അടുത്ത പ്രതീക്ഷിക്കാത്ത അധ്യായം തുടങ്ങാൻ നേരമായതുകൊണ്ട്, അടുത്ത പ്രതീക്ഷിക്കാത്ത മണ്ഡലം ആരംഭിപ്പാൻ നേരമായതുകൊണ്ട് അവൻ പഠിക്കുകയല്ല, അവൻ ദൂഷിക്കുകയല്ല ചെയ്തത്. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം അവൻ പറഞ്ഞു, Father, forgive them, they do not know what they do. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ 10 മാസം നീ ചുമക്കുന്ന സകല വിഴുപ്പും ഇന്ന് പകൽക്കാലം കുടഞ്ഞു കളഞ്ഞാട്ടെ. 2 കരങ്ങളെ എടുത്ത് ഇങ്ങനെ ഒന്നും കുടഞ്ഞാട്ടെ, എല്ലാം കുടഞ്ഞു കളഞ്ഞാട്ടെ. അവർ തന്ന തിന്മകൾ, അവർ പറഞ്ഞ തിന്മകൾ യേശുവിന്റെ നാമത്തിൽ, മനുഷ്യൻ തന്നത്, സാത്താൻ തന്നത്, അനുഭവം തന്നത്, സാഹചര്യം തന്നത് എല്ലാം കുടഞ്ഞുകള യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ, നാണക്കേട് വിചാരിക്കാതെ 2 കരങ്ങളെ ഉയർത്തി ഇന്ന് പകൽക്കാലം കുടഞ്ഞു കളഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു പ്രൊഫറ്റിക് ആക്ടാണ്. ദൂതന്മാർ ഇത് കണ്ടു ചലിക്കുകയാണ്. ദൂതന്മാർ ഇന്ന് പകൽക്കാലം ഇത് കണ്ട് ചലിക്കുകയാണ്. ആരോ പറയുന്നു ഏതോ സംഭവങ്ങൾ എനിക്ക് കുടയാനുണ്ട്, ആരോ പറയുന്നു ഏതോ സംഭവങ്ങൾ എനിക്ക് കുടയാനുണ്ട്, ആരോ പറയുന്നു എനിക്ക് അനുഭവങ്ങൾ കുടയാനുണ്ട്. എന്റെ എല്ലാ തിന്മകളും ഞാൻ കുടയുകയാണ്, എന്റെ സകല തിന്മകളും ഞാൻ കുടയുകയാണ്. ഏതോ മനുഷ്യൻ തന്ന സകല തിന്മകളും ഇന്ന് പകൽക്കാലം ഒരിക്കലും എന്റെ മേൽ തിരിച്ചു കയറാതെ ഞാനിതിനെ കുടഞ്ഞു കളയുകയാണ്. ഇതുവരെ ലോകം കണ്ടത് ഞാൻ പൊളിഞ്ഞു കിടക്കുന്ന പാത്രമായിട്ടാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം 100 കണക്കിന് പ്രസംഗങ്ങൾ എനിക്ക് പറയാം. പക്ഷെ ഈ 31-ാം തീയതി എന്റെ കർത്താവ് നിന്നെ നോക്കി പറവാൻ തന്നതായ ദൂത് ഇതാണ്. പോയി എന്റെ മക്കളോട് പറ, ഇതൊരു അവസാനമല്ല, ഇതവരുടെ ആരംഭമാക്കി ഞാൻ അവരുടെ ജീവിതത്തെ തീർക്കാൻ പോകുന്നു. ഇത് ആരംഭമാണ്, ഇത് നിന്റെ ആരംഭമാണ്. കുട്ടി, നീ ഇരുന്നു കൊണ്ടിരിക്കുന്ന ഒരു ആരംഭമാണ്. ഇത് ആരംഭമാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന 2 കരങ്ങളെ അടിച്ച് എഴുന്നേറ്റ് നിന്ന് ആരംഭമാണ്. Come on, I don't know why people are not standing. ഇതൊരു ആരംഭമാണ്, ഇതൊരു അവസാനമല്ല, ഇതൊരു ആരംഭമാണ്. അവരിലേക്ക് വിരിച്ചുണ്ടല്ലേ, മറ്റവരോട് കയ്പ് വേണ്ട, അവരോട് പക വേണ്ട. അവർ നിമിത്തമാണ് ഇങ്ങനെ വന്നെന്ന് പറയല്ല. പകരം in Jesus name 8:28 പറ. 8:28 സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പറ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 7 പേരെ നോക്കി പറ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 25 വർഷം മുമ്പ്, 22 വർഷം മുമ്പ് ഇതേ പോർഷൻ ഞാൻ സ്തോത്രം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റിയലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഉണ്ടായി വന്ന പാത്രത്തിനകത്ത് വല്ല കല്ല് ഇരുന്ന് കാണും, കരിയില ഇരുന്ന് കാണും. അത് സ്തോത്രം, അതുകൊണ്ടത് പൊളിഞ്ഞു പോയി. ഐ എം സോറി. സ്തോത്രം, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. ഞാൻ പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് വിട്ടുകളഞ്ഞു. ഞാൻ അത് പറയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നോക്കടാ, ടെക്സ്റ്റ് നോക്ക്, ബൈബിൾ നോക്ക്, വചനം നോക്ക്. വചനത്തിൽ കരിയിലിരുന്നുണ്ടോ? കരിയിലിരുന്നത് കൊണ്ട് പൊളിഞ്ഞെന്നുണ്ടോ? കല്ലിരുന്നത് കൊണ്ട് പൊളിഞ്ഞെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കരിയിലേക്ക് വിരൽ ചൂണ്ട. ആ കരിയില കാരണം, ഇല്ലെങ്കിൽ ഈ കല്ല് കാണണം, ഇല്ലെങ്കിൽ ആ പാസ്റ്റർ കാരണം, ഇല്ലെങ്കിൽ ഈ അമ്മായിയപ്പൻ കാരണം, ആ നാത്തൂൻ കാരണം. നോ, കർത്താവിന്റെ വചനം പറയുന്നത് കരിയിലയല്ല, കല്ലല്ല. ആര് വിചാരിച്ചാലും നിന്റെ തലയിലെ രോമങ്ങൾ ഞാൻ എണ്ണി അറിഞ്ഞിരിക്കുന്നു. നിന്റെ തലയിലെ രോമങ്ങൾ ഞാൻ എണ്ണി അറിഞ്ഞിരിക്കുന്നു. നീ പഞ്ചായത്ത് വകയല്ല, നീ എന്റെ വകയാ. കരികിലേക്ക് ഇരുന്നത് കൊണ്ടല്ല,
കല്ലിരുന്നത് കൊണ്ടല്ല. കർത്താവ് പറയുന്നു, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. അതങ്ങ് സംഭവിച്ചു, അതങ്ങ് സംഭവിച്ചു. നീ കരഞ്ഞത് അതങ്ങ് സംഭവിച്ചു, നീ ഉടഞ്ഞത് അത് സംഭവിച്ചു, നിന്റെ ലൈഫിൽ ഇതുവരെ നടന്നത് അത് സംഭവിച്ചു. നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പം, അയ്യോ ഞാൻ ശരിയായില്ല കേട്ടോ, ഞാൻ ശരിയല്ല, ഞാൻ കുറച്ചുകൂടെ പ്രാർത്ഥിക്കണമായിരുന്നു, ഞാൻ കുറച്ചുകൂടെ സൂക്ഷിക്കണമായിരുന്നു. നോ, യേശുവിന്റെ നാമത്തിൽ പന്നപ്പിശാചേ, ബ്രെയിൻ ഡാമേജ് ഡബിൾ, തല തകർന്ന പന്നപ്പിശാചേ, നീ എന്റെ മേൽ പഴിയിടല്ല, നീ എന്നെ പഴിക്കല്ല. നിങ്ങൾ പലരും നിങ്ങളുടെ പടിയിലാ ജീവിക്കുന്നത്. അയ്യോ ഞാൻ അമ്മ കുറച്ചുകൂടെ ചെയ്യണമായിരുന്നു, ഞാൻ അപ്പൻ കുറച്ചുകൂടെ ചെയ്യണമായിരുന്നു, മറ്റവരെ കുറച്ചുകൂടെ കരുതണമായിരുന്നു. ഞാൻ പറയട്ടെ, ആരും കരുതണ്ട, ആരും ഒന്നും ചെയ്യണ്ട. ചെയ്യേണ്ടവൻ ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു. That's all. ചെയ്യേണ്ടവൻ ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു. പാത്രം ഉളവാകുന്ന ഫിനിഷ് വർക്ക് അറ്റ് ദ ക്രോസ്. നീ സെൽഫ് ബ്ലെയിമിൽ ജീവിക്കല്ല, ഒരു പടിയിൽ ജീവിക്കരുത്. നീ മറ്റുള്ളവരെ പഠിക്കല്ല, സ്വന്തമായി നീയും പഠിക്കല്ല. മറ്റുള്ളവരെ നീ പഠിക്കല്ല, സ്വന്തമായി നീയും പഠിക്കല്ല. ഇന്ന് പകൽക്കാലം എല്ലാ പടികളിൽ നിന്നും പുറത്തു വന്നോട്ടെ. എല്ലാ സെൽഫ് അസാസിനേഷൻ, സ്വയം അധിക്ഷേപിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് സെൽഫിനെ നീ ദണ്ഡിപ്പിക്കല്ല. കുഞ്ഞ, നീ ഇത്രത്തോളം വന്നല്ലോ, ഉടഞ്ഞിട്ട് നീ പിന്മാറിയില്ലല്ലോ, തകർന്നിട്ട് നീ ആത്മഹത്യ ചെയ്തില്ലല്ലോ. ഇത്രത്തോളം ഷേപ്പ്ലെസ് ആയിട്ടും നീ ഈ ഷേപ്പിൽ ദൈവകൃപയാൽ നിൽക്കുന്നല്ലോ, ഇത്രത്തോളം നിൽക്കുന്നല്ലോ, ഇത്രത്തോളം നിൽക്കുന്നല്ലോ. തമ്പുരാൻ ഇന്ന് പകൽ നിന്നെ നോക്കി പറയുന്ന ഒരു പദമുണ്ട്, കൺഗ്രാറ്റുലേഷൻ, അനുമോദനങ്ങൾ, അനുമോദനങ്ങൾ. ഇത്രയും നീ ചെയ്തല്ലോ, ഇത്രയും നീ ചെയ്തെങ്കിൽ, ഇത്രയും നീ ചെയ്തെങ്കിൽ ബാക്കി നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും. യെസ് യെസ്, ഇത്രയും നീ ചെയ്തെങ്കിൽ, ഇത്രയും നീ ചെയ്തെങ്കിൽ, കഴിഞ്ഞു, ഞാൻ നിർത്തി. ഇത്രയും നീ ചെയ്തെങ്കിൽ നിനക്ക് ബാക്കിയുള്ളത് ദൈവം ചെയ്യാം. ഇത്രയും നീ ചെയ്തെങ്കിൽ, നീ ഓടി, നീ അധ്വാനിച്ചു, ഓ സ്തോത്രം, നീ ഓടി, നീ അധ്വാനിച്ചു. തമ്പുരാൻ പറയുന്നു, ബാക്കി നിനക്ക് വേണ്ടിയുള്ള ബാക്കി ഞാൻ ചെയ്യാം. കാരണം നീ ചെയ്തത് മുള്ളിനിടയിൽ വീണതല്ല, നീ ചെയ്തത് പാറപ്പുറത്ത് വീണതല്ല, നീ ചെയ്തത് വഴിയരികിൽ വീണതല്ല. നീ ക്രിസ്തുവിൽ ചെയ്തെങ്കിൽ ക്രിസ്തുവിൽ നിന്റെ പ്രയത്നം വ്യർത്ഥമല്ല. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ പ്രയത്നം ക്രിസ്തുവിലാണ്. പറഞ്ഞാട്ടെ, എൻ്റെ പ്രയത്നം ക്രിസ്തുവിലാണ്, എൻ്റെ പ്രയത്നം ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ നീ ചെയ്തെങ്കിൽ നിന്റെ പ്രയത്നം വ്യർത്ഥമല്ല, ഈ ജീവിതം വ്യർത്ഥമല്ല, ഈ തകർച്ച വ്യർത്ഥമല്ല, ഈ കണ്ണുനീർ വ്യർത്ഥമല്ല. നിനക്ക് പാടുകളുണ്ട്, നിനക്ക് വേദനയുണ്ട്, നിനക്ക് തകർച്ചയുണ്ട്, നിനക്ക് ബ്രോക്കൺനെസ് ഉണ്ട്, പക്ഷെ ഇതൊന്നും വ്യർത്ഥമല്ല. നോക്കി ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തുവിൽ ഇത് വ്യർത്ഥമല്ല. കാര്യമെന്ത്? ക്രിസ്തുവിൽ ഇത് വ്യർത്ഥമല്ല. കാര്യമെന്ത്? വീണ്ടും ചക്രം തിരിയുന്നുണ്ട്. വീണ്ടും ഈ വെള്ളമൊഴിച്ച് ഇതിനെ ഉടച്ച് പഴയ ഫാഷനെ മാറ്റി, പഴയ രൂപം മാറ്റി, പഴയ അജണ്ടകൾ മാറ്റി, പഴയ പരിപാടികൾ മാറ്റി, ഈ വെള്ളം, ഈ ദൂതാകുന്ന വെള്ളം, ഈ വചനമാകുന്ന വെള്ളം നിന്റെ മേൽ ഒഴിച്ച് അതിനെ ഉടച്ച് ഈ ദൂതാകുന്ന വെള്ളം നിന്റെ മേൽ. കമോൺ, ആർക്കായാലും ആ വെള്ളം വീണു എന്ന് പറയുന്നവർ രണ്ട് കരകളെ അടിച്ച്. Oh, yes, Lord. ആ സ്തോത്രം, പഴയ പരിപാടികൾ ഉടച്ച് വീണ്ടും ചക്രം തിരിയുന്നുണ്ട്. എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഒരു 3 പ്രാവശ്യം വലത്തേക്കൊന്ന് നമുക്കൊന്ന് തിരിയാമോ? കമോൺ, 3 പ്രാവശ്യം. നിങ്ങൾ CSA ആയിരിക്കാം, നിങ്ങൾ കത്തോലിക്കനായിരിക്കാം, നിങ്ങൾ 7th ഡേ ആയിരിക്കാം, നിങ്ങൾ 9th ഡേ ആയിരിക്കാം, നിങ്ങൾ 12th ഡേ ആയിരിക്കാം. I won't care. Wherever the Spirit of God, there is liberty. ഇന്ന് പകൽക്കാലം ഒരു 2-ാം അധ്യായം നിനക്ക് ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് ചെയ്യുന്നു. റെഡി, 1, 2, 3. 3 പ്രാവശ്യം തിരിഞ്ഞിട്ട് പറഞ്ഞേ, എന്റെ ചക്രം വീണ്ടും തിരിയുന്നുണ്ട്. പറ, എന്റെ ചക്രം വീണ്ടും തിരിയുന്നുണ്ട്. യെസ് സുജിത്, എന്റെ ചക്രം വീണ്ടും തിരിയുന്നുണ്ട്. 3ാമത് ഒരിക്കൽ കൂടെ, ഫൈനലി എന്റെ ചക്രം വീണ്ടും തിരിയുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ നീ തീർന്നു എന്ന് പറഞ്ഞവരുടെ നടുവിൽ നിന്റെ ചക്രം വീണ്ടും തിരിയുന്നുണ്ട്. നിന്റെ ചക്രം നന്മയ്ക്കായി. അതാണ് ഞാൻ വലത്തേക്കെന്ന് പറഞ്ഞത്, തിന്മയ്ക്കായിട്ടല്ല. നിന്റെ ചക്രം നന്മയ്ക്കായി. Come on! യേശുവിന്റെ നാമത്തിൽ നിന്റെ ചക്രം വീണ്ടും തിരിയുന്നുണ്ട്. In Jesus' name.
വീണ്ടും ചക്രം തിരിയുന്നുണ്ട്. മുന്നോട്ട് തിരിയുന്നു, മുന്നോട്ട് തിരിയുന്നു, മുന്നോട്ട് തിരിയുന്നു, മുന്നോട്ട് തിരിയുന്നു, മുന്നോട്ട് തിരിയുന്നു. ബാക്ക് ടു സ്ക്വയർ അല്ല, പഴയ പടിയല്ല, പഴയ പടിയല്ല, പഴയ ദുഃഖമല്ല. റെസ്പോണ്ട് മക്കളെ, പഴയ പടിയല്ല, പഴയ അവസ്ഥയിലല്ല, പഴയ ഇറിറ്റേഷൻ അല്ല. ഈ ചക്രം വീണ്ടും മുന്നോട്ട്, 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 മുന്നോട്ട്. ഓ കുശവൻ, ഈ ചക്രം വീണ്ടും തിരിക്കുന്നു. കൈ അടിക്കുന്നവർ നേരെ കരങ്ങളടിച്ച് ഈ ചക്രം വീണ്ടും തിരിയുന്നുണ്ട്. ഓ കമാൻ കമാൻ കമാൻ. ആ വിഷയങ്ങൾ വീണ്ടും തിരിയുന്നു, വീണ്ടും തിരിയുന്നു, വീണ്ടും തിരിയുന്നു, വീണ്ടും തിരിയുന്നു, വീണ്ടും തിരിയുന്നു. യേശുവിന്റെ നാമത്തിൽ ആ പാട്ട് കേട്ടപ്പോ എനിക്ക് മറ്റൊരു ചിന്തയാണ്, മറ്റൊരു റെവലേഷനാണ്, മറ്റൊരു വെളിപ്പാടാണ് കർത്താവ് തന്നത്. നിന്റെ തകർച്ചയെ നീ മറക്കുവാൻ പോകുന്നു. ഓ കമാൻ കമാൻ. ആർക്കോ പൊട്ടിച്ചിരിക്കണമെന്നുണ്ട്, ആർക്കോ തുള്ളിച്ചാടണമെന്നുണ്ട്. Go ahead, go ahead, go ahead, go ahead. വൈറസുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ്. വൈറസുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. വൈറസുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. നിന്റെ തകർച്ചകളെ നീ മറക്ക്, നിന്റെ കണ്ണുനീരുകളെ നീ മറക്ക്, നിന്റെ നിരാശകളെ നീ മറക്ക്. ഓ നിന്റെ നിരാശകളെ നീ മറക്ക്, നിന്റെ ഉടമകളെ നീ മറക്ക്, നിന്റെ തകർച്ചകളെ നീ മറക്ക്. ഇതാ ജീവിത ചക്രം, അവനിതാ നല്ല കുശവൻ മുന്നോട്ട് തിരിക്കുന്നു. വ്യത്യാസപ്പെടുത്തു. മാറ്റം കർത്താവേ, മാറ്റം കർത്താവേ, മാറ്റം കർത്താവേ. പഴയ ചിന്താഗതിയിലല്ല, പഴയ ലൈഫ് സ്റ്റൈലിലല്ല, പഴയ ദുഃഖങ്ങളിലല്ല, ഒന്നും പഴയ 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 അനുഭവങ്ങളല്ല. എന്തോ ഒരു പുതിയത്, പുതിയത്, പുതിയ രൂപം, പുതിയ രൂപം, പുതിയ രൂപം, പുതിയ ലെവൽ, പുതിയ അനുഭവം, പുതിയത്, പുതിയത്. വായു തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. പുതിയ അനുഭവം, പുതിയ അനുഭവം. നിന്റെ ഉടമകളെ നീ മറക്ക്, നിന്റെ തകർച്ചകളെ നീ മറക്ക്, ആ വർഷങ്ങളെ നീ മറക്ക്, ആ മാസങ്ങളെ നീ മറക്ക്, ആ കണ്ണുനീരുകളെ മറക്ക്, ആ തിന്മകളെ നീ മറക്ക്, ആ പ്രതിസന്ധികളെ നീ മറക്ക്. ആ വർഷം വരുമ്പോൾ നിനക്ക് പെയിനാ, ആ മാസം വരുമ്പോൾ നിനക്ക് വേദനയാ, ആഴ്ചകളെ നീ മറക്ക്. എന്നാൽ എന്റെ കർത്താവ് പറയുന്നു, ഇന്ന് പകൽക്കാലം അതിനെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇന്ന് പകൽ ചക്രം തിരിക്കുന്നു. ചക്രം തിരികുമ്പോ, ചക്രം തിരിയുമ്പോ തനിക്ക് തോന്നിയതുപോലെ, തനിക്ക് തോന്നിയതുപോലെ, നിനക്ക് തോന്നിയതുപോലെയല്ല, നിന്റെ മിത്രങ്ങൾക്ക് തോന്നിയതുപോലെയല്ല, നിന്റെ ശത്രുക്കൾക്ക് തോന്നിയതുപോലെയല്ല, ഉടമസ്ഥനായ കർത്താവിന് തോന്നിയതുപോലെ മറ്റൊരു പാത്രം. ഓ ഉടമസ്ഥനായ കർത്താവിന് തോന്നിയതുപോലെ മറ്റൊരു പാത്രം. ഉടമസ്ഥനായ കർത്താവിന് തോന്നിയതുപോലെ മറ്റൊരു പാത്രം. രണ്ട് കരങ്ങളെ ഉയർത്തി കണ്ണു തുറന്ന് സ്വർഗത്തിലേക്ക് നോക്കി കണ്ണു തുറന്ന് പറ, ഞാൻ മറ്റൊരു പാത്രം. ഒരിക്കൽ കൂടെ പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറ. ഞാൻ നിർത്തി, ഇത് തീർന്നു. ആംപ്ലിഫൈഡ് വേർഷനിൽ ഞാൻ കണ്ടത്, another pot that seemed good to him, another pot that seemed good to him. കുശവന് ഇഷ്ടപ്പെട്ട മറ്റൊരു പാത്രം, കുശവന് ഇഷ്ടപ്പെട്ട മറ്റൊരു പാത്രം. ബ്രദർ, ഗ്യാരണ്ടിയാ ഞാൻ പറയട്ടെ, നേരത്തെ പോയ ചീത്തയായതിനേക്കാൾ വേറെ ഒന്നും കേട്ടില്ലെങ്കിൽ ഇത് കേൾക്കണം, വേറെ ഒന്നും പ്രാപിച്ചില്ലെങ്കിൽ ഇത് പ്രാപിക്കണം, വേറെ ഒന്നിനു വേണ്ടി ഒരുങ്ങിയില്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരുങ്ങണം. Get ready, get ready, get ready.
യേശുവിന്റെ നാമത്തിൽ നീ പറയും എൻ്റെ 97 നല്ലത്. നീ പറയും എൻ്റെ 2001 നല്ലത്. നീ പറയും എൻ്റെ 95 നല്ലത്. നീ പറയും എൻ്റെ 2004 നല്ലത്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ, യെസ്റ്റർഡേ, ടുഡേ ആൻഡ് യുവർ ഫ്യൂച്ചർ, നിന്റെ ഇന്നലെ, ഇന്ന്, നിന്റെ നാളെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ പറയുന്ന സ്തോത്രം, മക്കളെ, നീ കണ്ടതല്ല വലുത്, നീ കൊണ്ട് നടന്നതല്ല വലുത്, നീ അനുഭവിച്ചതല്ല വലുത്. Oh, come on, another part that seemed good to him. തനിക്ക് തോന്നിയതുപോലെ എന്ന് മലയാള ബൈബിൾ പറയുന്നു. ഇംഗ്ലീഷ് ബൈബിൾ ഒറിജിനൽ ടെക്സ്റ്റ് പറയുന്നു തനിക്ക് ഇഷ്ടപ്പെട്ടത്, ബെറ്റർമെന്റിലേക്ക് പോവാ. ഇത് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള കയറ്റമാ ഈ 31-ാം തീയതി നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്ക്. തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു എലിവേഷൻ. I am the clay, mold me and make me. This is what I pray. ഇത്രയും കാലം, ഇത്രയും ദിവസം ഉടഞ്ഞു പോയ പാത്രത്തിയോട്ടെ പാവം ഞാൻ എന്ന് മാത്രം നീ സ്തോത്രം വിരലും കടിച്ച് കരഞ്ഞെങ്കിൽ, നീ വിലപിച്ചെങ്കിൽ, നീ നിരാശപ്പെട്ടെങ്കിൽ, പോയതിന് ഓർത്ത് മുന്നോട്ടുള്ള നന്മ കാണുമ്പോ നീ ദൈവത്തിന് നന്ദി പറയാൻ പോകുന്നു. കമാൺ, എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവേ, അങ്ങനെ വന്നതിനായി സ്തോത്രം, തെറ്റ് പറ്റാത്ത കർത്താവേ, കണക്ക് കൂട്ടൽ തെറ്റാത്ത അപ്പച്ച, മനുഷ്യന്റെ സാത്താന്റെ കണക്ക് കൂട്ടൽ തെറ്റും, കണക്കിനെ സൃഷ്ടിച്ചവന്റെ കണക്ക് കൂട്ടൽ തെറ്റത്തില്ല. തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മറ്റൊരു പാത്രമായി ഹഗായി പറയുകയാണ്, the latter glory shall be so greater than the former glory. The latter glory shall be so greater than the former glory. നീ എവിടെയെങ്കിലും ഉടഞ്ഞെന്ന് പറയുന്നെങ്കിൽ മക്കളെ, അതൊന്നുമല്ല കേട്ടോ, അതിൻ്റെ ചപ്പും ചവറുമായിരുന്നു. ഹല്ലേലൂയ. കുവൈറ്റിൻ്റെ രാജാവ് സദ്ദാം ഹുസൈൻ വന്ന് കുവൈറ്റിനെ ആക്രമിച്ച് സകലതും എടുക്കുമ്പോൾ സൗദിയിലേക്ക് ഓടിപ്പോയെങ്കിലും അവിടെ കിടന്ന് പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞത്. സ്തോത്രം. അതെ, അമേരിക്ക ആക്രമണം തുടങ്ങിയപ്പോൾ അതെ കുവൈറ്റിന്റെ രാജാവിനോട് CNN, BBC, ABC, NBC ഇപ്രകാരം ചോദിച്ചു, അതെ അമേരിക്ക കുവൈറ്റിനെ ലിബറേറ്റ് ചെയ്യാൻ സദ്ദാം ഹുസൈനിൽ നിന്ന് കുവൈറ്റിനെ മോഷ്ടിപ്പാൻ ആക്രമണം തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഷെയ്ഖ് സാദ് എന്ന് പറയുന്നതായ രാജാവ് ഇങ്ങനെയാണ് പറയുന്നത്. ഷെയ്ഖ് സാദ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഗാർബേജ് എടുക്കാനാണ് അവൻ വന്നത്, എൻ്റെ ഗാർബേജ് എടുക്കാനാണ് സദ്ദാം വന്നത്. അവൻ എൻ്റെ ഗാർബേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചവറ്റുകൊട്ട വൃത്തിയാക്കാനാണ് അവൻ വന്നത്. സുസിയമ്മ ആ ദിവസങ്ങളിൽ സ്തോത്രം അതേ കുവൈറ്റിലുണ്ടായിരുന്നു, ആ വർഷങ്ങളിലുണ്ടായിരുന്നത്. സ്തോത്രം എൻ്റെ ചവറ്റുകൊട്ട കിടന്നത് എടുക്കാനാ അവൻ വന്നത്. എന്നാൽ സ്തോത്രം അർത്ഥം ഇതാണ്, എൻ്റെ വേസ്റ്റ് വന്ന് അവൻ എടുത്തിട്ട് പോകും, പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ മനോഹരമായി ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ജാതിയത്തെ രാജാവിനുള്ള വിശ്വാസമെങ്കിലും ഇന്ന് പകൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുണ്ടാകണം. ഇത് പകൽക്കാലം നിനക്ക് വേണ്ടി ആക്രമിക്കുന്നത് അമേരിക്കയല്ല, നിനക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ഏതോ സ്തോത്രം രാജ്യങ്ങളല്ല, രാജാക്കന്മാരല്ല, രാജാതി രാജാവ് നിനക്ക് വേണ്ടി തൻ്റെ അധ്വാനം, തൻ്റെ പ്രയത്നം ആരംഭിച്ചു കഴിഞ്ഞു. രാജാതി രാജാവ് തൻ്റെ പ്രയത്നം നിന്റെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ നിർത്തി. ഇതാണ് ദൂത്. നിന്റെ പ്രയത്നം, ഈ ദൈവത്തിന്റെ പ്രയത്നം നിന്റെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. നിന്റെ ദൈവത്തിന്റെ പ്രയത്നം, ദൈവത്തിന്റെ അധ്വാനം നിന്നിൽ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം നോക്കിയേ, കണ്ണൂർ നോക്ക്. ഇങ്ങനെയല്ല കറക്കാം, ഇനി ഇങ്ങനെയാണ് കറക്കാം. ഇടത്തേക്കല്ല കറക്കാം. നിന്റെ മക്കൾ കറങ്ങുന്നത് നന്മയ്ക്കായിട്ടായിരിക്കും.
നിന്റെ മക്കൾ തിരിയുന്നത് നന്മയ്ക്കായിട്ടായിരിക്കും. നിന്റെ കുടുംബത്തിൽ കാര്യങ്ങൾ തിരിയുകയാണ്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് തിരിയുന്നു. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് തിരിയുന്നു. തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് തിരിയുന്നു. രോഗങ്ങളിൽ നിന്ന് സൗഖ്യങ്ങളിലേക്ക് തിരിയുന്നു. താഴ്ചകളിൽ നിന്ന് ഉയർച്ചകളിലേക്ക് തിരിയുന്നു. പരാജയങ്ങളിൽ നിന്ന് ജയങ്ങളിലേക്ക് തിരിയുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കമാൻ, രണ്ട് കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ. തനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു പാത്രമാക്കി തീർത്തു. 30 സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നന്മയുടെ ആ തിരിവ്, നന്മയുടെ തിരുവന്തം കണ്ടേ, നന്മയുടെ തിരുവന്തം കണ്ടേ. കണ്ട് ദൈവത്തെ സ്തുതിക്കും. Can you see that? കാണാൻ പറ്റുന്നോ? ഇന്ന് ഹൃദയത്തിൽ കാണുന്നത് നാളെ പുറമേ കാണും. രമേശ് ബ്രദർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇന്ന് ഹൃദയത്തിൽ കരങ്ങൾ ഉയർത്തി കണ്ടു തന്നെ ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ മാറുകയാണ്. നാണം കിടത്തില്ല, തലകുനിയത്തില്ല, ലജ്ജ പതക്കത്തില്ല, പകരം മാന്യത പതയ്ക്കും. നിനക്കെതിരെ പറഞ്ഞവർ പോലും നിന്നെ കുറിച്ച് പറയും, സേവിക്കുന്നെങ്കിൽ ഇവന്റെ ദൈവത്തെ സേവിക്കണം, വിളിക്കുന്നെങ്കിൽ ഇവന്റെ ദൈവത്തെ വിളിക്കണം, ആരാധിക്കുന്നെങ്കിൽ ഇവന്റെ ദൈവത്തെ ആരാധിക്കണം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന കർത്താവുണ്ടോ? നിന്റെ പ്രാർത്ഥനയെ പരിഹസിച്ചവർ നിന്റെ പ്രാർത്ഥന ചോദിക്കുമെന്ന കാലങ്ങൾ അടുത്തിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയെ പരിഹസിച്ചവർ നിന്റെ പ്രാർത്ഥന ചോദിക്കുന്ന കാലങ്ങൾ കടന്നു വരുന്നു. നീ വിരിക്കുന്ന പായിൽ അവർ മുട്ടുമടക്കി നിന്നോടൊപ്പം ആരാധിക്കുന്ന ദിവസങ്ങൾ കടന്നു വരികയാണ്. കാര്യങ്ങൾ തിരിയുന്നു. ശബ്ദമുയർത്തി മക്കളെല്ലാം ദൈവത്തെ സ്തുതിച്ചേ. Thank you. ഇരമ്യാവ് കളത്തിലിറങ്ങിയ കുശവനെ കണ്ടു, എടുത്ത മണ്ണ് കണ്ടു, മണ്ണിന്റെ ശുദ്ധീകരണം കണ്ടു, അതിനെ ചവിട്ടി കുഴയ്ക്കുന്നത് കണ്ടു, എടുത്ത് ചക്രത്തിൽ വക്കുന്നത് കണ്ടു, അത് പൊട്ടിയതും കണ്ടു. നിന്നെ കർത്താവ് കണ്ട് തിരഞ്ഞെടുത്ത് ദൈവസഭയിൽ ഇരുത്തിയത് നാട്ടുകാർ കണ്ടു. നീ പലതിൽ കറങ്ങുന്നത് നാട്ടുകാർ കണ്ടു. പക്ഷെ അപ്രതീക്ഷിതമായി നീ ഉടഞ്ഞതും നാട്ടുകാർ കണ്ടു. പക്ഷെ യിരെമ്യാവ് വേറെ ഒന്നുകൂടെ കണ്ടു. കണ്ണ് തുറന്നു നോക്കി എന്നെ. യിരെമ്യാവ് വേറെ ഒന്നുകൂടെ കണ്ടു. ഉടഞ്ഞ പാത്രത്തിൽ നിന്ന് മറ്റൊരു മാനപാത്രം that seemed to be good to the potter. കുശവനെ ഇഷ്ടപ്പെട്ട പാത്രം. എന്തോ പാത്രം പറ? കേട്ടില്ല. ഒരിക്കലൂടെ ആർക്ക്? ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ. റെഡി, 1 2 3. ആ പാത്രങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത്. കുശവന് ഇഷ്ടപ്പെട്ട പാത്രം ഒരു സ്പെഷ്യൽ പ്ലേസിൽ കുശവനെടുത്ത് വച്ചിരിക്കുന്നത് യിരെമ്യാവ് കണ്ടു.
ഞാൻ നിർത്തി. നാട്ടുകാർ കാണാൻ പോവാ, മിത്രങ്ങൾ കാണാൻ പോവാ, ശത്രുക്കൾ കാണാൻ പോവാ, തിന്മ പറഞ്ഞവരും നന്മ പറഞ്ഞവരും കാണാൻ പോവാ. നിന്നെ എവിടെ അടക്കി എന്നല്ല അവർ കാണാൻ പോകുന്നത്. നീ ശവപ്പെട്ടി കിടക്കുന്നതല്ല അവർ കാണാൻ പോകുന്നത്. നീ വെന്റിലേറ്ററിൽ കിടന്ന് പെടയുന്നതല്ല കാണാൻ പോകുന്നത്. പകരം 100% എൻ്റെ അപ്പച്ചൻ, നിന്റെ കുശവൻ നിന്നെ മാനിച്ച് ഒരു സ്പെഷ്യൽ പ്ലേസിൽ ഇരുത്തുന്നത്. എല്ലാ ശുശ്രൂഷകരും കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച മക്കളെ ഞാൻ കാണാം, എനിക്കത് കാണാം, അത് നിർബന്ധമാണ്. ദൈവം നിന്നെ ഒരു സ്പെഷ്യൽ പ്ലേസിൽ സ്പെഷ്യൽ അനോയിന്റിംഗോടെ സ്പെഷ്യൽ പ്ലേസിൽ കമാൺ ആർക്ക് വേണ്ടേ? സ്പെഷ്യൽ പ്ലേസിൽ കമാൺ സ്പെഷ്യൽ പ്ലേസിൽ ചുമ്മാ പറ്റത്തില്ല. സ്പെഷ്യൽ അനോയിന്റിംഗ്, പ്രത്യേക അഭിഷേകത്തോടെ, പ്രത്യേക നിയോഗത്തോടെ, പ്രത്യേക അഭിഷേകത്തോടെ, പ്രത്യേക നിയോഗത്തോടെ, പ്രത്യേക അഭിഷേകത്തോടെ, പ്രത്യേക നിയോഗത്തോടെ. കുശവൻ നിന്നെ ഇരുത്തുന്നത് ജനം കാണും. സങ്കീർത്തനത്തിൽ ജോയ് ബ്രദർ വായിച്ചു, ഞങ്ങളോ ഉടഞ്ഞ പാത്രങ്ങൾ പോലെ ആയിരിക്കുന്നു. പക്ഷെ അത് നിങ്ങൾ മറക്കും കേട്ടോ, ഭയങ്കരമായിട്ട് മറക്കും. തിന്മകൾ ഓർത്ത് നടക്കുന്നവരെ ഇന്ന് ഈ വൈറസുകളെ മുഴുവൻ ദൈവം ഡിലീറ്റ് ചെയ്യുകയാണ്. ഇതിനെ മുഴുവൻ ദൈവം ഡിലീറ്റ് ചെയ്യുന്നു. തിന്മകൾ നിങ്ങൾ ഓർത്താൽ പോലും ഇനി പൊങ്ങി വരത്തില്ല. തിന്മകൾ ഓർത്താൽ പോലും പൊങ്ങി വരത്തില്ല. തിന്മകൾ ഓർത്താൽ പോലും പൊങ്ങി വരത്തില്ല. ആത്മാവിന്റെ നദി ഒഴുകുന്നു. ഈ തിന്മയുടെ ആഫ്രിക്കൻ പായലുകൾ മുഴുവൻ ഒഴുകി മാറുന്നു. തിന്മയുടെ ആഫ്രിക്കൻ പായലുകൾ, തിന്മയുടെ ഓർമ്മകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു.